ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഡ്ലിൻ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വല്ലാത്ത പഹയൻ എന്ന പേരിൽ നമ്മളെല്ലാം കേട്ട് പരിചയിച്ച കോഴിക്കോട്ടുകാരനായ പ്രവാസി, അമേരിക്കയിൽ താമസിക്കുന്ന വർഷങ്ങളായ അമേരിക്കയിലുള്ള വിനോദ് നാരായണൻ സാർ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള ചെറിയൊരു വർത്തമാനം നമുക്ക് അദ്ദേഹത്തെ ലൈനിൽ ജോയിൻ ചെയ്ത് വെയിറ്റ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. അവിടെ രാവിലെ ആണല്ലോ 9 മണി. ഇവിടെ ഇപ്പൊ 9 മണി. യെസ്, 9 മണിയായി. ഓക്കെ. പിന്നെ സാറ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പോ നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷം. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും. മുഹമ്മദ് അമീർ എന്നാണ് ഞാൻ. നമ്മളുടെ എഡ്ലിൻ ഇൻസ്പയറിംഗ് എഡ്യൂക്കേറ്റേഴ്സ് എന്ന സ്ഥാപനത്തിൽ ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. ഞങ്ങളൊരു 9 പേരുണ്ട്. അപ്പോ നമ്മള് എല്ലാരും ഒരു 14 വർഷമായിട്ട് എഡ്യൂക്കേഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾ കൂടിയിട്ടുള്ള എഡ്യൂക്കേഷൻ രംഗത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പലതിലും ഒരുപാട് കൺസേൺസ് ഉള്ള ഒരു 9 യുവാക്കളാണ്. അപ്പോ ഒരു സോഷ്യൽ ചേഞ്ച് ആവശ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോ സാറ് ഒരുപാട് ടോക്കിലും ഇതിലൊക്കെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ചർച്ചകൾ വരുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകളായിട്ട് യോജിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സാറോട് കുറച്ച് ചോദ്യങ്ങൾ, ഒരു 10 ചോദ്യങ്ങൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിക്കാന്നുള്ള ഇതിലേക്ക് വന്നത്. അപ്പോ സാറിന് എന്തെങ്കിലും ഇൻട്രോ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. വിദ്യാഭ്യാസം അല്ലേ, എഡ്യൂക്കേഷൻ അല്ലേ, അപ്പൊ അത് ധാരാളം ഇൻട്രോ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ നമ്മള് ഇപ്പൊ കേരളത്തില് നമ്മള് ഇന്ത്യയിലെ ഏറ്റവും 100% സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്നതാണ്. ഈ ഒരു യോഗ്യത, 100% സാക്ഷരത എന്നുള്ള ഒരു യോഗ്യത കേരളത്തിന്റെ ഒരു ഇക്കണോമിയിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രൊഡക്ടിവിറ്റി, ഒരു ഉയർച്ച ഉണ്ടാക്കുന്നുണ്ടോ ശരിക്കും? ഇപ്പം സാക്ഷരത 100%, അതായത് സമ്പൂർണ്ണ സാക്ഷരത ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കോളേജിലാണ്. അപ്പം എനിക്കതിൻ്റെ ആ ഒരു പ്രോസസ്സ്, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ വൈബ് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആവുന്നതും ആയി കഴിഞ്ഞപ്പോഴും. കാരണം അന്ന് കോഴിക്കോട് മാനാഞ്ചിറ വെച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു 83 വയസ്സോ 86 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ് അതിന്റെ ഇനോഗ്രേഷൻ വായിക്കുന്നത്, ആദ്യമായിട്ട് പഠിച്ച. അപ്പൊ അന്ന് മൈതാനത്തിൽ ഞാനുണ്ട്. അപ്പൊ അന്ന് ആ ഈവന്റ് കാണാനും, അതായത് കേരളം സമ്പൂർണ്ണ സാക്ഷരതമായി എന്ന് പറയുന്ന ആ ഒരു ഈവന്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടെ അവിടെയുള്ള എത്ര ആൾക്കാരും അത് എക്കണോമിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള അറിഞ്ഞൂടെ. ലിറ്ററസിയും എക്കണോമിക് ഡെവലപ്മെന്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. പക്ഷെ ലിറ്ററേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആ ലിറ്ററസിനെ എങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് എക്കണോമി ആയിട്ടുള്ള ബന്ധം വരുള്ളൂ. നിങ്ങൾ ആ ലിറ്ററസി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രസക്തം. നമ്മൾ ഒരു ബേസിക് ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു കാര്യം വായിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറ്റണം, എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഫാക്ടറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേരെ ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന്റെ ലെവലിലേക്ക്, അല്ലെങ്കിൽ എഴുതാൻ വായിക്കാനുള്ള ലെവലിലേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 4ാം ക്ലാസ് തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ 3ാം ക്ലാസിന്റെ ലെവലിൽ. അങ്ങനെ കുറെ പേരെ 3ാം ക്ലാസിന്റെ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് എക്കണോമി എങ്ങനെയാ മാറുക? അപ്പൊ നമ്മളിത് എഡ്യൂക്കേഷന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷരത സ്വാഭാവികമായിട്ടും അത് ഇപ്പൊ ലിവിങ് കണ്ടീഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ലിവിങ് കണ്ടീഷൻ ബാക്കി ഏതൊരു സ്ഥലത്തിനെക്കാട്ടും മെച്ചല്ലേ? അപ്പം നമ്മളിപ്പോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് സക്കർബർഗും ബിൽഗേറ്റ്സും കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ള അല്ല അതിന്റെ ലക്ഷണം. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം കേരളത്തിൽ
നന്നായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നന്നായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ എഴുത്തും വായനയും അറിയാതെ പെടാൻ പറ്റുന്ന ആൾക്കാർ കുറയും. കാരണം ഒരു സാധനം പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ, നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും. അതൊരു ലെവൽ ഓഫ് സാധനമാണ്. ആ ഒരു സംഭവം ഓവർ എ പീരീഡ് ഓഫ് ടൈം മാത്രമേ മാറി വരുള്ളൂ. നമ്മളത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ റെലവെന്റ് ആയി വരണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് എന്തിനു ഉപയോഗിക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റും, അങ്ങനെ ഉണ്ടോ? അല്ല, എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് അതൊരു സോഷ്യൽ സംഭവമല്ലേ? കാരണം നമ്മളെ എഡ്യൂക്കേഷൻ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സ്കൂളിൽ ഉള്ള ഒരു സംഭവം എന്താണ്, 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ എന്താണ് നമുക്ക് തരുന്നത്? 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ നമുക്ക് തരുന്ന ഒരു സൊസൈറ്റിയിൽ ഒരു പ്രൊഡക്റ്റീവ് സിറ്റിസൺ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റിയാണ് തരുന്നത്. വേറൊന്നും തരുന്നില്ല. നിങ്ങൾക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഒരു നയം പ്രഖ്യാപിക്കുകയാണെങ്കിൽ, ഗവൺമെന്റ് ഒരു പോളിസി പറയുകയാണെങ്കിൽ, ബാങ്ക് ഒരു സാധനം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി എന്തെങ്കിലും പറയണ ഒരു നേതാവ്, ഇത് കൃത്യമായിട്ട് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കണക്കും അത്യാവശ്യം ലാംഗ്വേജും അത്യാവശ്യം ആൾക്കാർ വെള്ളം ഇതാണ് തരുന്നത്. അതിനപ്പുറം സോഷ്യലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടോ വേറൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 1. 12ാം ക്ലാസ്സിന്റെ അപ്പുറത്തേക്കുള്ള എഡ്യൂക്കേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യലി ഫങ്ഷൻ ചെയ്യാൻ ആവശ്യം ഉള്ളതല്ല എന്നാണ് എന്റെ തിയറി. ഓക്കെ, ഇപ്പോ നമ്മൾ ഇന്ത്യൻ ഇപ്പോ ചൈന, ജപ്പാൻ, സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഇക്കണോമിയിൽ ഇപ്പൊ റീസെന്റ് ബംഗ്ലാദേശ് വരെ ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇക്കണോമിയിൽ ഇന്ത്യനെ മറികടന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്ക് ഇന്ത്യയുടെ ഒരു വിദ്യാഭ്യാസ ഘടനയിൽ എന്തെങ്കിലും പിഴവുണ്ടോ നമ്മുടെ ഇക്കണോമിയിൽ താഴെ തന്നെ നിൽക്കുന്നതിൽ? കാരണം ഇപ്പോ ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്നോവേറ്റീവായിട്ട് അങ്ങനെ ഉള്ള സംഗതികളൊന്നും ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലും വിദ്യാഭ്യാസ ഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ? ഈ 3 സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള ഞാൻ പറയാം. ഓക്കെ, പോയിന്റ് നമ്പർ 1. ബംഗ്ലാദേശിലാണെങ്കിൽ അവിടെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അതേ രീതിയിൽ ചിന്തിക്കുന്നവരല്ലാത്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള എല്ലാവിധ ഇഷ്യൂസും നടന്നിട്ടുള്ള, അഭിജിത് റോയ് തൊട്ടങ്ങിട്ടുള്ള ആൾക്കാരുടെ ഇത് വന്നിട്ടുള്ളത്. ചൈനയുടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവിടുത്തെ പ്രശ്നങ്ങളും ആൾക്കാരുടെ സംഭവങ്ങളും. സിംഗപ്പൂര് വളരെ ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ സിംഗപ്പൂരിന്റെ ഒരു ചട്ടക്കൂട്ടിൽ സിംഗപ്പൂരിന്റെ ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. സിംഗപ്പൂരിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരങ്ങനത്തെ ഗ്രോത്ത്, അതായത് ഞങ്ങളുടെ റൂളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ഗ്രോ ചെയ്യാനും തയ്യാറുള്ള ആൾക്കാരും ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാത്തവൻ വരണ്ട എന്നുള്ള സംഭവമാണ്. ഭാരതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ 3 സ്ഥലങ്ങളും. നമുക്കത് ആ ഒരു കാര്യം വെച്ചിട്ട് ഭാരതത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു ഇപ്പൊ ചൈനയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവം, ഇത് ഞാൻ ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1993 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര IT ബൂമാണ്. അപ്പൊ എല്ലാവരും അമേരിക്കയിലേക്ക് പോകണു, UK യിലേക്ക്. ചൈനക്കാരി അല്ല ആവശ്യം, ഇന്ത്യക്കാരെയാണ് ആവശ്യം. കാരണം നമുക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മൾ കൂടുതൽ മിടുക്കന്മാരായോണ്ടോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലല്ല. പക്ഷെ ഇംഗ്ലീഷ് നമുക്ക് അറിയായിരുന്നു എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് ഞാനൊരു കൊടുങ്ങല്ലൂരുകാരനെ കണ്ടു ഒരു പ്രാവശ്യം, ഇയേഴ്സ് എഗോ, 90s എപ്പോഴും. അപ്പൊ ഇയാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ചൈനയിൽ, ഏതോ ഒരു വളരെ വില്ലേജ് ഓറിയന്റഡ് സ്ഥലത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഞാൻ ചോദിച്ചു, ഇയാൾ എന്തിനാ അവിടെ പോയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാനിപ്പോ ദോശയും ഇഡ്ഡലിയും തിന്നിട്ട് 6 മാസമായി എന്ന് പറഞ്ഞു. എന്നിട്ട് ചൈനക്കാരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മേടിച്ച് കൊണ്ടുവരും ദോശയൊക്കെ ഇയാൾക്ക് വേണ്ടി, കാരണം ഇയാൾ അവിടുത്തെ മാഷാണ്. അപ്പൊ ചൈന ഒരു വർഷങ്ങളോളം ചൈന ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത്, കാരണം ചൈന മനസ്സിലാക്കി എന്തായിരുന്നു ചൈനയുടെ ആ ഒരു പ്രശ്നം. അപ്പൊ ചൈനയിലെ ആൾക്കാർ ഇംഗ്ലീഷ് പഠിക്കാൻ മനസ്സിലാക്കി, അവർ വർക്കിംഗ് ഒരു ലോങ് ടേം വിഷൻ ഇല്ലാണ്ട് ഒരു സാധനം നടക്കില്ല. പിന്നെ അതിപ്പോ നമുക്ക് ഇതിൽ നടക്കാതെ, നമുക്ക് ഡെമോക്രസിയാണ്, ഭരണങ്ങൾ മാറുന്നു, ആ ഫ്രീഡം ഉണ്ട്. ചൈനയിൽ എന്താ ഒരു സാധനമായിട്ട് നോക്കിയാൽ മതി, ഒരൊറ്റ പാർട്ടിയാണ്, അവർ വിചാരിക്കുന്ന മാതിരി നടന്നാൽ മതി. അപ്പൊ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഗ്രോത്തിനെ കണക്കാക്കാൻ പറ്റില്ല, ബട്ട് എക്കണോമിക് ഗ്രോത്തിനെ. പക്ഷേ വി ഹാവ് ഡൺ ബെറ്റർ ദാൻ വാട്ട് വി ഡിഡ് അബൌട്ട് 20 years ബാക്ക്. നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആയി, ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വന്നു, എത്രയോ സംഭവങ്ങൾ ഇന്ത്യയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 93 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ല ഇന്ന് ഒരു ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക്. കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ, കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ്, അറ്റ്ലീസ്റ്റ് എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി കൂടുതൽ ഓപ്ഷൻസിലേക്ക് തിരിയാൻ ആൾക്കാർക്ക് കഴിയുന്നുണ്ട്.
ഫ്രം എൻ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ്. നൗ എക്കണോമിക് ഡെവലപ്മെന്റ് ഇസ് നോട്ട്, നമുക്ക് ആ എഡ്യൂക്കേഷനുമായി ടൈപ്പ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. അതായത് നമ്മളിപ്പം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ ഇവര് വലുതായിട്ട് ഇവര് നന്നായിട്ട് പഠിച്ചിട്ട് എക്കണോമിനെ നന്നാക്കും എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ. അപ്പൊ ഇവര് പഠിച്ച് നന്നാക്കും എന്നുള്ളത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നവന് ഇതിനെപ്പറ്റി ബോധമില്ലാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ഓൾറെഡി എക്കണോമിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് തിരിയാതിരിക്കുന്ന സമയത്ത് ഈ പഠിച്ചവൻ എന്ത് പഠിച്ചിട്ടെന്താ കാര്യം? എത്ര വർഷമായി അമേരിക്കയില്? ഞാനിപ്പം 20 വർഷമായി. ഓക്കെ സാർ, ഇത്രയും ഇപ്പൊ 2 പതിറ്റാണ്ടിലധികം അമേരിക്കയിൽ നിൽക്കുമ്പോ ഇപ്പൊ അമേരിക്കയിലും ഇന്ത്യയിലും ഒരു സ്കൂളിംഗ് സിസ്റ്റം കമ്പയർ ചെയ്യുമ്പോ, കുട്ടികളെ കമ്പയർ ചെയ്താൽ എങ്ങനെ കമ്പയർ ചെയ്താൽ എന്ത് പറയാൻ പറ്റും? സോ അമേരിക്കയില് ജനറലി ഇപ്പൊ ഞങ്ങളൊക്കെ കാലിഫോർണിയയിൽ താമസിക്കുന്ന ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ പ്രൈവറ്റ് സ്കൂളിങ്ങും പബ്ലിക് സ്കൂളിങ്ങും ഉണ്ട്. പബ്ലിക് സ്കൂളിംഗ് ഫ്രീ ആണ്, 12ാം ക്ലാസ് വരെ ഫ്രീ ആണ്, ഒരു ചെലവുമില്ല. അതിന് ഈ പ്രൈവറ്റ് സ്കൂളിംഗ് ആണെങ്കിൽ $10,000-15,000 ഒക്കെയാണ് പെർ കിഡ് വേണ്ടി വരിക. അപ്പോൾ ഒരു സ്കൂളിങ്ങിൽ ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ പബ്ലിക് സ്കൂളിങ്ങിലാണ് പോകുന്നത്. ഞാൻ പ്രൈവറ്റ് സ്കൂളിങ്ങിൽ ചേർക്കില്ല എന്ന് വിചാരിച്ചു. ഒന്ന്, അത് അനാവശ്യമായിട്ടുള്ള പണമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി പബ്ലിക് സ്കൂൾ ആണെങ്കിൽ കുട്ടികൾ കൂടുതൽ ഇവിടുത്തെ കൾച്ചറും എല്ലാവിധ ആൾക്കാരുമായിട്ട് കാരണം ഈ പ്രൈവറ്റ് സ്കൂളിൽ വരുന്ന കുട്ടികളുമായിട്ട് മാത്രമല്ല ജീവിതത്തിൽ ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ പോണത്. ഇവർ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ഡയസ്പോറ ഉണ്ട് ആൾക്കാർ, പല വിഭാഗത്തു നിന്ന് വരുന്ന, പല ഫൈനാൻഷ്യൽ പൊസിഷനിൽ നിന്ന് വരുന്ന, ആ നെയ്ബർഹുഡിൽ പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യും, കൺസ്ട്രക്റ്റീവായി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് വരുന്ന. അപ്പൊ ആ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ പബ്ലിക് സ്കൂളിൽ തന്നെ ഉള്ളൊരു രസകരമായ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പൊ എലിമെന്ററി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പ്രൈമറി സ്കൂളിൽ ഇപ്പം എൻ്റെ മകനൊക്കെ 6ാം ക്ലാസ് വരെയായിരുന്നു ഇതുള്ളത്. ചില സ്കൂളുകളിൽ 5ാം ക്ലാസ് വരെയാണ് എലിമെന്ററി. അപ്പം ചില കൗണ്ടികളിൽ അങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളെ കൗണ്ടിയിൽ മാറാൻ പോകുന്നത്. അപ്പൊ 6, 7, 8 മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം എലിമെന്ററി സ്കൂളിലൊക്കെ ഇവർക്കൊരു ക്ലാസ് ഉണ്ട്, ഒരു ടീച്ചറുണ്ട്, എല്ലാം പഠിപ്പിക്കേണ്ട ഒരു ടീച്ചറാണ്. അത് കഴിഞ്ഞ് മിഡിൽ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ് ഇല്ല, കുട്ടികൾക്ക് ക്ലാസ് ഇല്ല, ടീച്ചർമാർക്കാ ക്ലാസ്. കുട്ടികൾക്ക് ക്ലാസ് ഇല്ല, അവരുടെ ഒരു ക്ലാസ് റൂം ഇല്ല. അവർക്ക് ടീച്ചർമാർക്ക് അവരുടെ ഒരു ക്ലാസ് റൂം ആണല്ലോ. അപ്പൊ കുട്ടികൾ അപ്പൊ അവർ ഓടും. ഒരു ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ഒരു 5 മിനിറ്റോ ഒരു സമയമുണ്ട്, അവർ ഓടും. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, എലിമെന്ററി കഴിയുമ്പോൾ കുട്ടികൾ വളരെ സെൽഫ് റിലയന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം ഇങ്ങനെ തിരിഞ്ഞളിക്കാൻ പറ്റില്ല. ഈ സ്കൂളിലേക്ക് ആദ്യത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സമയത്തിന് അവരുടെ വർക്ക്, ഈ ക്ലാസ് കഴിഞ്ഞാൽ അവിടെ വർക്ക് തീരണം, അവർ സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നിട്ട് അവർ ഈ 5 മിനിറ്റിന്റെ ഉള്ളിൽ അത് ഒരറ്റത്തേക്കായിരിക്കും, ആ അറ്റത്തേക്ക് പോകണം. എന്നിട്ട് ആ ക്ലാസ്സിലേക്ക് വന്ന് നേരെ സ്വിച്ച് ഓൺ ചെയ്യണം ആ സാധനത്തിലേക്ക്. അത് ഈ ക്ലാസ്സിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളായിരിക്കില്ല വേറൊരു ക്ലാസ്സിൽ എൻ്റെ കൂടെ ഇരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് മിഡിൽ സ്കൂളിൽ. പിന്നെ ഹൈസ്കൂളിലാവുന്ന സമയത്ത്, പിന്നെ ഹൈസ്കൂളിലേക്ക് വരുന്ന സമയത്ത് 9, 10, 11, ഇപ്പൊ എൻ്റെ മകൾ ഇപ്പം കോളേജിലാണ്. അത് ഇവിടെയും അവിടെയും ഉണ്ടാവുന്ന സാധനം, ഒരു പാരഡൈം ഷിഫ്റ്റ് നടക്കും കുട്ടികളുടെ ചിന്തയിൽ. അതായത് മിഡിൽ സ്കൂൾ തീരുന്നവരെ കുട്ടികൾ അധികം ചിന്തിക്കുക ഒരു പരീക്ഷ, അടുത്ത വർഷം എന്നുള്ള സാധനമാണ്. മിഡിൽ സ്കൂളിൽ 8ാം ക്ലാസ്സിലാകുമ്പോഴേ ഹൈസ്കൂളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ കോളേജിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ വന്നോടും. കാരണം അപ്പോഴാണ് ഇവര് ഒരു ലോങ് ടേം ആയിട്ട് ഒരു 5 വർഷത്തിന്റെ അപ്പുറത്ത് എന്തായിരിക്കും ജീവിതം എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവൻ ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പം ഇവിടെയും അതിന്റെ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടില് വളരെ ചീപ്പാണ് എഡ്യൂക്കേഷനുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ മകള് പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം എത്രയോ ആൾക്കാർ, ഇപ്പൊ അവള് ഗ്രാജുവേഷൻ എന്നാണ് പറയുക. ഈ എലിമെന്ററി സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുക, മിഡിൽ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുക, ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുക. അപ്പൊ ഞാനിത് ഇവിടെ വരുമ്പോൾ എന്ത് ഗ്രാജുവേഷൻ, നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് ഗ്രാജുവേഷൻ. പക്ഷെ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഇവിടെ. കാരണം എൻ്റെ മകളുടെയൊക്കെ ബാച്ചിൽ എത്രയോ കുട്ടികളുണ്ട്, അവരുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. കേരളത്തിൽ എത്ര ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഗ്രാജുവേറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ കാലമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ കേരളം എത്ര വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അറിയോ കമ്പയർഡ് ടു അമേരിക്ക. കാരണം ഈ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ, ഞാൻ മറ്റേ ഗ്രാജുവേഷൻ വിടൂ,
അത് വേറെ സാധനം. ഹൈസ്കൂൾ ഗ്രാജുവേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അതൊരു അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു 12th വരെയുള്ള എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ എഡ്യൂക്കേഷൻ വലിയൊരു പ്രിവിലേജ് ആണ് ആൾക്കാർക്ക്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് പാരൻസിന്റെ ഉത്തരവാദിത്തമാണ് നാട്ടിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പാരൻസിന്റെ ഉത്തരവാദിത്തം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പഠിച്ച് എന്തെങ്കിലും ചെയ്യൊന്നുമില്ല. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഇപ്പൊ എൻ്റെ മകള് പഠിക്കണോ, എൻ്റെ മകനൊന്നും ചിലപ്പോൾ കോളേജിൽ പോകാനുണ്ടാവില്ല. ഞാൻ അവനോട് പറയുന്നില്ല കോളേജിൽ പോകണം എന്നുള്ളത്. ഞാൻ മകള് കോളേജിൽ പോകുന്നത് അവൾക്ക് വേണമെന്നുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് വേണമെന്നുള്ളതുകൊണ്ടല്ല. അവളാണ് ഡിസൈഡ് ചെയ്തത് എന്ത് പഠിക്കണം എന്നുള്ളത്, അവളാണ് ഡിസൈഡ് ചെയ്തത് എന്ത് പഠിക്കേണ്ട എന്നുള്ളത്. അവള് 6 മാസം ഒരു കോളേജിൽ പോയിട്ട് അവള് പറഞ്ഞു ഇവിടെ ശരിയാവുന്നില്ല എന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ കോഴ്സ് 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നീ ഒരു ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഞാനിപ്പോ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാ. അപ്പൊ അത് അവളുടെ ഡിസിഷനാണ് എന്ത് പഠിക്കണം എന്നുള്ളത്. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, മാറാനുള്ള സാധനം. അത് സൊസൈറ്റി മോശമായിട്ട് കാണില്ല. ഇപ്പൊ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി കാണും, ഇവിടെ ഉള്ള ഇന്ത്യൻ സൊസൈറ്റി. ഇപ്പം എൻ്റെ മകള് ഒരു സ്റ്റേറ്റ് കോളേജിൽ പോയി കമ്പ്യൂട്ടർ സയൻസിന് പഠിച്ചു, അവിടുന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ അവളത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ പോയി. അപ്പൊ തന്നെ ഇന്ത്യക്കാർ കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്താ മകള് കമ്മ്യൂണിറ്റി കോളേജിൽ പോയത്, വല്ല നല്ല കോളേജിൽ അയച്ചു. ഞാൻ പറഞ്ഞു നീ പൈസ കൊടുക്കുക. അപ്പൊ പറഞ്ഞു അതില്ല. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ മകളുടെ കാര്യത്തിൽ നിനക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മളുടെ മെന്റാലിറ്റി നമ്മൾ മാറ്റില്ല, അവിടുന്ന് വന്നാലും ഇങ്ങോട്ട് വന്നാലും. ഇന്നിപ്പോ എത്രയോ ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങളുടെ മകളെ ഞങ്ങളതാ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ കമ്മ്യൂണിറ്റി കോളേജിൽ പോയോട് കൂടിയിട്ട് അവൾക്ക് സ്ട്രെസ് കുറഞ്ഞു. അവള് ഈ വലിയ ഇഷ്യൂസ് ആ കമ്മ്യൂണിറ്റി കോളേജിൽ അവൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, മാത്സ് പഠിച്ചു, അങ്ങനെ പല സാധനം പഠിച്ചപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇത് കമ്പ്യൂട്ടർ സയൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നില്ല, എക്കണോമിക്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ 2 വർഷം കമ്മ്യൂണിറ്റി കോളേജ് വളരെ ചീപ്പാണ്. ഇറ്റ്സ് ഓൺലി അബൌട്ട് $1,500 കമ്പയർഡ് ടു പ്രോബ്ലി $15,000. അത്രയും വ്യത്യാസമുണ്ട് കമ്മ്യൂണിറ്റി കോളേജ് പഠിക്കുന്നത്. ഈ ഡിഗ്രി കിട്ടില്ല, അസോസിയേറ്റ് ഡിഗ്രി വേണമെങ്കിൽ കിട്ടും. അപ്പൊ പിന്നെ അവള് 2 വർഷം കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് വീട്ടിൽ നിന്ന് പോയി വന്നു. ശരിയാണ്, ഒരു കോളേജ് ലൈഫ് മിസ്സാവുക എന്നുള്ള സാധനങ്ങളും ഫാക്ടറും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് എത്ര കണ്ട് റെലവെന്റ് ആണെന്ന് അറിഞ്ഞൂടാ, കാരണം അവളിപ്പോൾ കോളേജിൽ പോയിട്ടും വീട്ടിൽ തന്നെയാണ്, കാരണം എല്ലാം കോളേജുകളൊന്നും തുറക്കാത്തതുകൊണ്ട്. പക്ഷെ ഈ കമ്മ്യൂണിറ്റി കോളേജിൽ പോയി നമ്മളെ നാട്ടിലെ ആൾക്കാർ കമ്മ്യൂണിറ്റി കോളേജ് പാരൽ കോളേജ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. എന്തോ ഒരു പോരാന്നുള്ളൊരു ധാരണയാണ്. അപ്പൊ കമ്മ്യൂണിറ്റി കോളേജിൽ 2 വർഷം അവർ പഠിച്ചത് കൊണ്ട് ഒന്ന് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് ലെസ്, മറ്റേത് അവൾക്ക് പലതും ട്രൈ ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് കിട്ടി. പിന്നെ അവൾക്ക് വീട്ടിൽ നിന്ന് ഇരുന്ന് സൗകര്യം പോലെ പോവാനും വരാനും ഒക്കെ ആയിട്ടുള്ളൊരു സൗകര്യം കിട്ടി. ആൻഡ് നൗ ഷീ ട്രാൻസ്ഫേർഡ് ഹെർസെൽഫ് ഇൻ ടു എ യൂണിവേഴ്സിറ്റി. ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ അവൾ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തേക്ക് കിടക്കും. അപ്പൊ 2 വർഷം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് കൊണ്ട് തന്നെ 4 വർഷം യൂണിവേഴ്സിറ്റി പഠിച്ചതിന്റെ ഇത് വരും. ഈ 2 വർഷം കുറച്ചും കൂടി ഒരു റിലാക്സ്. കാരണം 12ാം ക്ലാസ് വരെ കുട്ടികൾ വളരെ സ്ട്രെസ്ഡ് ആണ്, ടെസ്റ്റ് അത് ഇത്. അല്ല ഇത് എപ്പോഴും എന്നിട്ട് മനുഷ്യനൊരു എന്നിട്ടാണ് ഇത് കൊണ്ടുപോയിട്ട് 40-ാം വയസ്സാവുന്ന സമയത്ത് 38-ാം വയസ്സാവുന്ന സമയത്ത് ജീവിതത്തിൽ എന്തായിപ്പോയി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആകെപ്പാട്ടുള്ള മാനസിക വിഭ്രാന്തിയും പ്രശ്നങ്ങളും. അപ്പം നേരിട്ട് 12ാം ക്ലാസ് കഴിഞ്ഞ് കോളേജ് പോവുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ്. കാരണം എന്തിനാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്? എന്താ കുട്ടികൾക്ക് അറിയാം ഏതാ പഠിക്കേണ്ടതെന്നുള്ളത്? ഇപ്പൊ 4 കൊല്ലം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആൾക്കാർ MBA-ക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് MBA-ക്ക് പോകുന്നുണ്ട്. എന്തിനാണ് MBA-ക്ക് പോകുന്നത്? ഒരു ബിസിനസ്സിലോ വർക്കിലോ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഒരാള് MBA-ക്ക് പോയിട്ട് എന്ത് പഠിക്കാനാ? അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ അല്ല അതിങ്ങനെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ച ചാവണ വരെ പഠിച്ചോണ്ടിരിക്കുക. എന്നിട്ട് എന്തൊരു കാരണം വേണ്ടേ? കുട്ടികളുടെ അടുത്ത് ചോദിക്കട്ടെ എന്തിനാ നിങ്ങൾ പഠിക്കണേ? അല്ല വീട്ടിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠിക്കാൻ വരണോ? അല്ലാത്ത കുട്ടികളുണ്ട്. അതെ, കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ഒരു ടിപ്പിക്കൽ ചിന്താഗതി പിന്നെ +2 കഴിയുന്നു, നേരെ ഡിഗ്രി എടുക്കുന്നു, നേരെ PG എടുക്കുന്നു, ഒരു ജോലിയിൽ കയറുന്നു, നേരെ കല്യാണം കഴിക്കുന്നു, പിന്നെ അങ്ങനെ പോകുന്നു ഉണ്ടല്ലോ. അതല്ലാതെ ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ഗേൾസ് ഫോർ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അത് നടത്തുന്ന ഒരു ഇന്ത്യൻ വംശജയായിട്ടുള്ളൊരു ഇവിടെയുള്ള അവരാണ് നടത്തുന്നത്. അപ്പൊ അവരൊരു ആർട്ടിക്കിൾ പറയണ്ടായി, അമേരിക്കയിൽ കമ്പ്യൂട്ടർ സയൻസിനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ വരുന്ന പെൺകുട്ടികളെക്കാട്ടും കൂടുതൽ ഇന്ത്യയിൽ വരുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവർ ജോലിയിലും ചേരും. 4 കൊല്ലം കഴിഞ്ഞാൽ ടപ്പ് തീർന്നു. പിന്നെ ഒരു വലിയൊരു ഡിക്ലൈൻ ആണ് ഈ
കാരണം ഇവരൊക്കെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇവർ ജോലിൻ്റെ ഇതില്ല. പിന്നെ ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഇവർ വലിയൊരു ഡിക്ലൈൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 കൊല്ലം എത്ര എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പം ഇവർ പഠിക്കാനുണ്ടായ ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ പഠിക്കാനുണ്ടായ ഗവൺമെന്റിന്റെ കോസ്റ്റ്, ഇവർക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തിനാ നമ്മൾ ഇത്ര എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? പോയിന്റ് നമ്പർ 1, റൈറ്റ്? അപ്പൊ ഇത് കുട്ടികളുടെ പലപ്പോഴും പാരന്റ്സിന്റെയും നമ്മളുടെ ഒരു വൈ എന്നുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കുന്നില്ല, എന്തിനാണ് പഠിക്കുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട്, എനിക്ക് ഒരാളെ അറിഞ്ഞോളൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സും ഫിസിക്സും ഒന്നും എടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഹിസ്റ്ററി എടുക്കാനാണ് താല്പര്യം ഉണ്ടായിരുന്നത്. 3rd ഗ്രൂപ്പ് എടുത്ത് പോകാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. മെയിൻ കാരണം പഠിക്കാൻ താല്പര്യമില്ല. എനിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എനിക്കൊരു എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് തന്നെ എനിക്കൊരു ധാരണ ഇല്ലാത്തൊരു സാധനമാണ്. എനിക്ക് സിനിമയും കഥയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പക്ഷെ പഠിക്കാൻ നന്നായിരുന്നു. അപ്പൊ എനിക്ക് 98% മാർക്ക് ഉണ്ടായിരുന്നു. അത് പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായോണ്ടല്ല. അതൊരു സാധാരണ ഒരാൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ളതൊക്കെയാണ് ഈ മാർക്ക്. നമ്മളൊക്കെ 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും സാമാന്യം ബോധം, അതായത് പാസ്സാവാനും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടാനുള്ള ബോധത്തോടു കൂടിയാണ് 12ാം ക്ലാസ്സിലെത്തുക. അവിടുന്ന് പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ആൾക്കാർക്കും നല്ല പെർസെൻറ്റേജ് കിട്ടും എന്ന് വിചാരിച്ച് അവനെയൊക്കെ ഈ എല്ലാവരും ഓടുന്ന സ്ഥലത്തേക്ക് ഓടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കില്ല അവരുടെ വാല്യൂ. അപ്പൊ ഒരു കാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അറിഞ്ഞിരുന്നത്. ഹി വാസ് കോളേജിൽ, അവന്റെ സ്കൂളിൽ അവൻ ടോപ്പ് 3 റാങ്കിലൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവൻ ഈ എഞ്ചിനീയറിംഗ് സാധനങ്ങളൊന്നും എടുത്തില്ല, അവൻ കോമേഴ്സ് എടുത്ത് പോയി. അന്നൊക്കെ കോളേജിൽ പറയുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുക. അതായത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ മാത്സ് സെപ്പറേറ്റ് ആയി പഠിച്ചിട്ടും എഞ്ചിനീയറിംഗിനും മെഡിസിനും എഴുതിയിട്ട് 2നും കിട്ടിയിട്ട് എന്നിട്ട് പറയും ഈ 2നും കിട്ടിയ ആളാണെന്നുള്ളത്. 2 കിട്ടിയിട്ട് എന്താ കാര്യം, 2 ആവാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ കുറെ ഈ ഊതി വീർപ്പിച്ച ബലൂൺ ഉണ്ട്, ഒക്കെ സൂചി എടുത്തിട്ട് പൊട്ടിച്ച് കളയണം. ഇപ്പൊ നമ്മള് ഈ വർഷം ഇറങ്ങിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അപ്പൊ അതില് 2-3 സ്ഥലത്ത് എടുത്ത് പറയുന്നുണ്ട്, പിന്നെ കാണാപ്പാഠം പഠിക്കുന്നത്, അതേപോലെ എക്സാം കോച്ചിങ് കൾച്ചർ, ഇതൊക്കെ ഇല്ലാതാക്കും എന്ന് പറയുന്നുണ്ട്. കാരണം അതൊക്കെ ഒരു ഹാംഫുൾ ലേണിംഗ് ആണെന്ന് പറയുന്നത്. അത് എത്രത്തോളം ഇന്ത്യയിൽ അത് സാധ്യമാകും? ഒരു വിദ്യാഭ്യാസ നയത്തിൽ അത് പരാമർശിച്ചു എന്നുള്ളത് കൊണ്ട്. ഒന്നാമത് ഞാനത് വായിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു നയം വരുന്ന സമയത്ത് ചർച്ചകൾ ആ നയത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ട്, എങ്ങനെ ബെറ്റർ നയമാക്കാം എന്നുള്ളതിലായിട്ടുള്ള ചർച്ചയാണ് കൂടുതലും വരുന്നത്. പിന്നെ ഈ ഒരു നയം വന്നതുകൊണ്ട് മൊത്തമായിട്ട് കാര്യങ്ങൾ മാറുമൊന്നുമില്ല. മെന്റാലിറ്റി മാറാണ്ട നയം കൊണ്ടൊന്നും മാറാൻ പറ്റുന്നില്ല. ഇപ്പൊ കുട്ടികളെ കൊണ്ട് കോച്ചിങ് ക്ലാസ്സുകളിൽ ഇല്ല, ടെസ്റ്റുകളില്ല എന്ന് പറഞ്ഞാൽ അവര് പാരന്റ്സ് വേറെ വഴിക്ക് സാധനം കൊണ്ടുപോയി ചെയ്യിപ്പിക്കും. അപ്പൊ അതിപ്പം ഒരു ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതിന്, അപ്പൊ ഏത് ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇപ്പൊ നമ്മളെന്താ കാണുന്നത്, 8ാം ക്ലാസ്സിൽ കോഡിങ് പഠിപ്പിച്ചിട്ട് 8ാം വയസ്സിൽ കോഡിങ് പഠിപ്പിച്ച് 13ാം വയസ്സിൽ ആവുമ്പോഴേക്കും ഗൂഗിളിൽ ജോലി കിട്ടണം എന്നുള്ള ലൈനിലാണ് ഇപ്പൊ ചിന്ത നടക്കുന്നത്. അതും ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ 8ാം ക്ലാസ് തൊട്ട് കോഡിങ് തുടങ്ങുന്നുണ്ട്. അല്ല, കോഡിങ് തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ കോഡിങ് തുടങ്ങുന്നത് 13ാം വയസ്സിൽ 2 കോടി കിട്ടാൻ വേണ്ടിയിട്ടല്ല കോഡിങ് തുടങ്ങേണ്ടത്. ഇപ്പൊ നമ്മളൊക്കെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. നമ്മളൊന്നൊരു ഫിസിസ്റ്റോ കെമിസ്റ്റോ അല്ലെങ്കിൽ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിന്റെ പണ്ഡിതനോ ഒന്നുമല്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇതാക്കുന്ന ഒരു കവിത പോലും എഴുതാത്ത ആൾക്കാരാണ് ലോകത്തിൽ മുഴുവനുള്ളത്, അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ പിന്നെ എന്തിനാ പഠിച്ചത്? ഇതൊക്കെ നമ്മുടെ ഫംഗ്ഷനിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ കോഡിങ് എന്നുള്ളത് നമ്മളുടെ ഒരു ഫംഗ്ഷനിങ്ങിന്റെ, ഇപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു HTML കോഡിങ് അറിയുന്നത് നല്ലതാണ്. കാരണം ഇപ്പൊ ഒരു വെബ്സൈറ്റിന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം, വെറുതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു കണക്റ്റിംഗ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു അത്യാവശ്യം ഈ കോഡിങ് എന്ന് പറയുമ്പോൾ ഒരു പേടി പാടില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കോഡിങ് ഇതാക്കുക. അപ്പൊ അങ്ങനെയുള്ള കോഡിങ് എനിക്ക് തോന്നുന്നു വളരെ ആവശ്യം വരും എന്നുള്ള. കാരണം കോഡിങ് മാത്രമല്ല, ഡേറ്റ, നമുക്ക് കുറെ ഡേറ്റ തന്നു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യുക എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജൈൽ തിങ്കിങ് ഉള്ളത്, ക്രിട്ടിക്കൽ ക്രിയേറ്റീവ് തിങ്കിങ് മാതിരി അജൈൽ തിങ്കിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടീംസിനെ അത് പഠിപ്പിക്കണം. കാരണം ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഹൗ ഡു യു റെസ്പോണ്ട്, ഒരു വലിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഹൗ ഡു യു ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോളർ ചെറിയ പ്രോബ്ലംസ് ആക്കിയിട്ട്. കാരണം വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാലിടറും, നമുക്ക് തലയുറ്റും.
ആ വലിയ പ്രശ്നത്തിനെ ചെറിയ സോൾവബിൾ പ്രശ്നങ്ങളാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും സോൾവ് ചെയ്ത് പ്രോഗ്രസ് കാണിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഇറ്ററേറ്റീവ് ഫെയിൽ ഫാസ്റ്റ് എക്സ്പെരിമെന്റേഷൻ, ഈ പരീക്ഷയല്ല, പരീക്ഷണങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു പ്രോസസ്സിലേക്കൊക്കെ പഠിക്കണം. അതിപ്പോ ഇപ്പൊ അജൈൽ തിങ്കിങ് എന്നുള്ളൊരു വിഷയമായിട്ട് എല്ലാ ക്ലാസ്സിലും എടുക്കാൻ പറ്റില്ല. കോഡിംഗ് മാതിരി കോഡിംഗ് അവർക്ക് ചെയ്യാം, ആദ്യം HTML ആക്കാം, കോഡിങ്ങിന്റെ ബേസിക് നോക്കാം. അവർ 12ാം ക്ലാസ് വരുന്നൊരു വ്യക്തി ബേസിക്കലി ഒരു ചെറിയ പ്രോഗ്രാം എഴുതാൻ പറ്റുന്ന ഒരാളാവുക, ഒന്ന് പഠിക്കാനാവുക. അപ്പൊ അതിൽ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ ഈ 12ാം ക്ലാസ് ആകുമ്പോഴേക്കും കോഴ്സേറ വെച്ചിട്ടും വേറെ പല മാധ്യമങ്ങൾ വെച്ചിട്ട് അവർക്ക് പഠിക്കും ചെയ്യാം, ഇൻട്രസ്റ്റ് ഉണ്ടാവാം. നിങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാത്തൊരു വ്യക്തി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് പോവാണ്ടിരിക്കുക നല്ലത് എന്നുള്ളതാണ് എൻ്റെ തിയറി. അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്നവന് തന്നെ 5 പൈസക്കുള്ള കോഡിങ് അറിയാണ്ടാണ് പുറത്തേക്ക് വരുന്ന കുറേ എണ്ണം. കാരണം ആ മെന്റാലിറ്റിയിലല്ല വരണേ. ഇപ്പൊ എൻ്റെ മകൾക്ക് കോഡിങ്ങിലേക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോയപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നത്, ആൻഡ് ഷി വാസ് ഗെറ്റിംഗ് സ്ട്രെയിറ്റ് എയ്സ് ഓൺ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് ആൻഡ് ടെസ്റ്റ്. പക്ഷെ അവള് പറഞ്ഞു വേറൊരാൾ പഠിക്കുന്നതിനെക്കാട്ടും 5 ഇരട്ടി പഠിക്കേണ്ടി വരുന്നു എനിക്കിന്ന്. കാരണം എന്താ വെച്ചാൽ അവള് കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല, അവള് കമ്പ്യൂട്ടറിനോട് ഇത് താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രോഗ്രാമിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കമ്പ്യൂട്ടർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ അവള് ഒരു ബയോകെമിസ്ട്രി എടുക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് തീരുമാനിച്ചു കമ്പ്യൂട്ടർ സയൻസ് വേണമെന്നുള്ളത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു ഇത് എന്തിനത് ഇപ്പൊ തീരുമാനിച്ച? ഇല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു അതാ നല്ലതല്ല. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വീണ്ടും എക്കണോമിക്സിലേക്ക് മാറി. കാരണം അവളുടെ താല്പര്യം അധികവും കൂടുതൽ കുറച്ച് പൊളിറ്റിക്സും കുറച്ച് എക്കണോമിക്സും കുറച്ച് വേൾഡ് അഫെയർസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യമുള്ളത്, വായനയൊക്കെയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വുഡ് ബി ദ റോങ് ചോയ്സ്. അത് മുമ്പേ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാതിരുന്നത് ഇത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ അവരുടെ വഴികളിലൂടെ പോയി അവര് വീണ് നമുക്ക് സൈഡിൽ നിൽക്കാനേ പറ്റുള്ളൂ, ഇവരെ കൊണ്ട നടത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കുഴി ഉണ്ട് തന്നെ പറയാൻ പറ്റില്ല. കുഴിയുടെ ആഴം നമ്മൾ നേരത്തെ അളന്നിട്ട് അത് വലിയ പ്രശ്നമൊന്നും പറ്റില്ല, കാലൊടിയില്ല എന്നുണ്ടെങ്കിൽ വീണട്ടെ എന്ന് വിചാരിക്കേ പറ്റൂ. അപ്പൊ അങ്ങനെ നയത്തിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പരീക്ഷകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. വേറൊരു സിസ്റ്റം വേണം. പരീക്ഷകൾ ഇല്ലാണ്ട് ഒരു സർട്ടിഫിക്കേഷൻ, എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ ഇപ്പൊ ആൾക്കാർക്കെല്ലാം ഉണ്ട്, പക്ഷെ സർട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഒരു കമ്പനിക്ക് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു എത്ര ആൾക്കാർ ജോലി അപ്ലൈ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളൊരു ബാർ എടുക്കുക? സാറ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇപ്പോ ഗൂഗിളിനെ പോലത്തെ അതേപോലെ സ്റ്റാർബക്സിനെ പോലത്തെ കമ്പനീസ് ഒക്കെ ഡിഗ്രി വേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട് എംപ്ലോയീസിന്. റീസെന്റ് അനൗൺസ് ചെയ്തിരുന്നു. റീസെന്റ് മീൻസ് 1 year ബിഫോർ 2 years ബിഫോർ. അപ്പോ അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് പോകുന്നുണ്ടോ? സ്കില്ല് മാത്രം നോക്കുക, ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്ന തലത്തില് ഡിഗ്രി ഒരു സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷൻ തരും ഒരു സാധനത്തില്. ഡിഗ്രി ഉള്ളത് കൊണ്ട്, ഡിഗ്രി ഇല്ലാതെ നമ്മൾക്ക് ബിരുദധാരിയായ ജോലിയിൽ തൊഴിലില്ലാതെ ബിരുദധാരിയായ ആൾക്കാർ എന്ന് പറയുന്നത് പണ്ട് മുതലേ കേൾക്കുന്നതാണ്. സത്യന്റെ സിനിമയിൽ അടക്കമുണ്ട്, ഇപ്പോഴും ഉണ്ട് ബിരുദധാരിയായ. കാരണം ബിരുദം വളരെ ചെലവില്ലാത്ത ഒരു സാധനമായി പോയി, ഏതൊരുത്തനും കിട്ടുന്ന ഒരു സാധനമായി പോയി ബിരുദം. എന്നിട്ടോ കാര്യമല്ല. അപ്പം നമുക്കിപ്പം ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു നേരത്തെ ഒരു കമ്പാരിസണിൽ അസോസിയേറ്റ് ഡിഗ്രി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഡിഗ്രി അല്ല, 4 years ഡിഗ്രി അല്ല, 2 years ഡിഗ്രിയാണ്, വിച്ച് ബേസിക്കലി ഹെൽപ്സ് യു ടു ബി ഒരു അക്കൗണ്ടന്റ് ആവുക, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആവുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജർ ആവുക. ഇതൊക്കെ അവിടെ എല്ലാതും ഒരു ഡിഗ്രി ഉള്ള ആളാണ്. കാരണം ഡിഗ്രി അത്രയും ഫ്രീലി അവൈലബിളും ആർക്കും കിട്ടുന്ന ഒരു സാധനമായി മാറി. അതുകൊണ്ട് അതിന്റെ വാല്യൂ ഓവർ ദ പീരീഡ് ഓഫ് ടൈം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്, വാല്യൂ കൂടുകയല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, വിച്ച് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. അത് നിങ്ങൾക്കൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടും, എങ്ങനെ ജോലി ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ ആൾക്കാരാണ് അധ്യാപകർ. കാരണം ജീവിതത്തിൽ അധ്യാപനം അല്ലാണ്ട് വേറൊരു ജോലിയും ചെയ്യാത്ത ആൾക്കാരാണ് ലോകത്ത് പോയിട്ട് വേറെ ജോലി ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണത്, അല്ലേ? ഇപ്പൊ എന്റെ എഞ്ചിനീയറിംഗിന് എന്നെ പഠിപ്പിച്ച സാറുമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പുറത്തു പോയി വർക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. വലിയ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും. സബ്ജക്ട് അറിയും, നന്നായിട്ട് പഠിപ്പിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ യു ആർ നോട്ട് പ്രിപ്പയറിംഗ് ഫോർ
അതാണ്. അപ്പം ഡിഗ്രി പഠിപ്പിക്കുന്നത് വിത്തൗട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്, ഡിഗ്രി ആക്ച്വലി ആ ഒരു പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. നിങ്ങളൊരു 4 കൊല്ലം എഞ്ചിനീയറിംഗോ 3 കൊല്ലം ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വേണം. ഇപ്പം അമീർ 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അമീറിന്റെ ഡിഗ്രി അല്ല വാല്യൂ, ഈ 3 വർഷം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമീർ എന്ത് ചെയ്തു എന്നുള്ളതിലെ വാല്യൂ ഉള്ളൂ. കാരണം അതേ കാണാൻ പറ്റില്ല. അതെ ഡിഗ്രി ആർക്ക് വേണേൽ കിട്ടുന്ന സമയത്ത് വാട്ട് ഡിഫറൻഷിയേറ്റ്സ് യു ഇസ് വാട്ട് യു ഹാവ് ഡൺ, യുവർ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ ഇപ്പൊ ഈ ടോണി വാഗ്നർ എന്ന് പറഞ്ഞ എഡ്യൂക്കേറ്റർ ഉണ്ട്, അമേരിക്കനാണ്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു ബുക്ക് ഉണ്ട് 4-5 വർഷം മുമ്പ്, ഗ്ലോബൽ അച്ചീവ്മെന്റ് ഗ്യാപ്പ്, നല്ലൊരു പുസ്തകമാണ്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ ടോപ്പ് മോസ്റ്റ് സിഇഒസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഹയർ ചെയ്യാൻ പോകുന്ന എംപ്ലോയീസിന് എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത് നോക്കിയിട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം കോളേജിലും സ്കൂളുകളിലും പോയി ഈ സ്കില്ലുകളെല്ലാം അവിടെ കിട്ടുന്നുണ്ടോ നോക്കി. അപ്പൊ അതൊന്നും അല്ല അവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിനെ അദ്ദേഹം വിളിച്ചത് ഗ്ലോബൽ അച്ചീവ്മെന്റ് ഗ്യാപ്പ് എന്ന്. കാരണം കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് ഈ സ്ഥാപനങ്ങളിൽ കയറാനുള്ള സ്കില്ലില്ല, സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന സ്കില്ലില്ല. ഇതിനെങ്ങനെയാണ് കാണുക, ഇതിനെങ്ങനെ നികത്താൻ പറ്റും നമുക്ക്? ഇത് നമ്മള് വളരെ കൃത്യമായിട്ട് പറയുന്ന കുറെ സ്കിൽസ് ഉണ്ട്, പക്ഷെ ആ സ്കില്ലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ സ്കില്ലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയും കിട്ടുന്നില്ല. ഈ സിഇഒസിന് എന്തും പറയാം, കാരണം അവര് സിഇഒന്റെ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സിഇഒസ് നല്ലൊരു ശതമാനത്തിന് താഴത്തുള്ള ആരാണ് ഹയർ ചെയ്യണമെന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഈ ടോപ്പ് ലെവലിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടോപ്പ് ലെവലിൽ പോയിട്ട് സാധാരണ റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് അതൊരു, ഞാൻ ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി പറയല്ല, പക്ഷെ എന്റെ ഫസ്റ്റ് തോട്ട് അതാണ്. നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരാളോട് പോയിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അതാണ് അപ്പൊ അവിടെ അവനെ ഹയർ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ചെയ്യണ മാനേജറൊക്കെ ഉണ്ട്, അവന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അവനിപ്പോഴും ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം, ഡിഗ്രി ഇല്ലാത്ത ഒരാളെ ഹയർ ചെയ്യാൻ എത്ര സമയം എടുക്കും, ഡിഗ്രി ഉള്ള ഒരാളെ ഹയർ ചെയ്യാൻ എത്ര സമയം എടുക്കും. ദ ടൈം ടേക്കൺ ടു ഹയർ എ പേഴ്സൺ വിത്ത് ഡിഗ്രി ഈസ് മച്ച് ലെസ് ദാൻ ദ ടൈം ടേക്കൺ ടു ഹയർ എ പേഴ്സൺ വിത്തൗട്ട് ഡിഗ്രി. ആ സമയം ഒരു കോസ്റ്റാണ്. അത് ഈ സിഇഒ ചെലവാക്കാൻ തയ്യാറാണോ? ആ സമയത്ത് കോസ്റ്റ് കൂടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സിഇഒ പറയും ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയും. അപ്പൊ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫണ്ടമെന്റൽ സാധനം കോസ്റ്റ് ആണ്. അതാണ് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് എന്റെ തോട്ട് പറയുന്നുണ്ട്. ഐ ഹാവ് നോട്ട് റെഡ് ദ ബുക്ക് ദോ. നിങ്ങളുടെ വ്യൂസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ വേറൊന്ന്, ഇപ്പൊ നമ്മളുടെ സ്കൂളുകളിൽ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്ക്, പരീക്ഷ, ക്ലാസ് മുറി ഇതിലിങ്ങനെ ഒതുങ്ങിക്കൊണ്ട് ഉള്ളതാണ്. ഇത് ആണെങ്കിൽ ഒരു 100-400 വർഷമായി. ഇപ്പോ നമ്മള് ഒരു ഇൻഡസ്ട്രിയൽ ഏജിൽ രൂപപ്പെട്ടാണ് ഇന്ന് കാണുന്ന സ്കൂളിന്റെ ഒരു ഘടന. അത് അതേപോലെ ഇന്നും തുടരുന്നത് 100-400 വർഷമായി. അപ്പൊ അതിപ്പോഴും മാറുന്നില്ല. ടെക്സ്റ്റ് ബുക്ക്, പരീക്ഷ, ക്ലാസ് മുറി എന്നുള്ള സിസ്റ്റം അത് മാറേണ്ടതുണ്ടോ, അതോ ഇങ്ങനെ തന്നെ പോയാൽ മതി? അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ട ഇങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് വന്നത് എന്താണെന്നല്ല, ഇൻഡസ്ട്രിയലിന്റെ ഭാഗമായിട്ട് എലീറ്റ് ഇൻ ദ വേൾഡ് ഫിഗേർഡ് ഔട്ട് ദാറ്റ് ഫാക്ടറിയിൽ ജോലി എടുക്കാനൊന്നും ആൾക്കാരില്ല. അപ്പൊ നമ്മളെ മോഡേൺ ടൈംസ് മാതിരി നന്നായിട്ട് നട്ട് മുറുക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് ഇന്നും നമ്മൾ കഴിയുന്നത് എന്നാണ് പോയിന്റ് നമ്പർ 1. അതൊന്നും മാറണമെന്നുണ്ടെങ്കിൽ അതൊന്നും മാറി ചിന്തിക്കാനുള്ളൊരു പാത്ത് വേണം. എല്ലാ ആൾക്കാരും അങ്ങനെ ചിന്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നട്ട് തിരിക്കുന്നവൻ നട്ട് തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം നട്ട് അല്ലെങ്കിൽ നട്ടാരെ തിരിക്കുക, റോബോട്ട് തിരിക്കും എന്ന് പറയാം. പക്ഷെ അപ്പൊ എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് നട്ട് തിരിക്കാനും നട്ട് എവിടെയെന്ന് കണ്ടുപിടിക്കാനും നട്ടേ വേണ്ട എന്ന് പറയാനും ഒക്കെ ഉള്ള ഇത് വേണം. അപ്പൊ ഒരു സ്കൂളിൽ നമ്മൾ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരും കൊണ്ടിട്ട് പ്രൈമറി സ്കൂളിലേക്ക് ഒരേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് പല കാര്യങ്ങൾ പഠിക്കുന്നു. ഒരു എലക്റ്റീവ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് നമ്മളുടെ ഒരു 12th, എനിക്ക് അറിഞ്ഞൂടാ, എലക്റ്റീവ് ഒരു ഇംഗ്ലീഷോ എന്തോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു എലക്റ്റീവ് ഇല്ല, ഉണ്ടോ? 12ാം ക്ലാസ് വരെ എലക്റ്റീവ് ഉണ്ട് ഇല്ല? സയൻസ് എന്നുള്ളത് 9ലേക്ക് എത്തുമ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആവും. അല്ല, അതും എലക്റ്റീവ് അല്ല. ഇപ്പൊ ഇവിടെ ഇപ്പം എന്റെ മകനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിഡിൽ സ്കൂൾ ആകുമ്പോഴത്തേനും എലക്റ്റീവ്സ് ഉണ്ട്. പക്ഷെ അവിടെ ഉള്ളൊരു പ്രശ്നം പറഞ്ഞാൽ അവന് ചില എലക്റ്റീവ് കിട്ടുന്നില്ല. അവന് കണക്ക് അത്ര പോരാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് എക്സ്ട്രാ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇവന്റെ എലക്റ്റീവ് കിട്ടുന്നില്ല. അപ്പൊ ഇവൻ എലക്റ്റീവ് വേണ്ട ഡിബേറ്റ്, ഡ്രാമ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഈ സ്റ്റെം സാധനമായോണ്ട് ഇവനെ ഡിബേറ്റിനും ഡ്രാമയ്ക്കൊന്നും വിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ മോനെ, ഒരു ലക്ഷ്യമില്ല, ഈ കണക്ക് പഠിച്ചില്ലെങ്കിൽ നമുക്ക്
യാതൊരു രക്ഷയില്ല. എങ്ങനെങ്കിലുമൊക്കെ ചാടി പടഞ്ഞ് അപ്പുറത്ത് പോയി ഒരു ബി ഒക്കെ പിടിച്ച് കണക്കിന് ഇതാക്കിയ നമുക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇതിന് കംപ്ലീറ്റ് സബൂറായി കളയാം, വേറെ പുഴ ഇനി വേണ്ടാന്നുള്ള പറഞ്ഞു. അപ്പൊ അവനോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം അപ്പൊ അവന് ഡ്രാമ അവന്റെ ആ എലക്ടീവിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അവൻ പുറത്തുനിന്ന് പഠിക്കുന്നുണ്ട്, സ്കൂളിൽ നിന്ന് പറ്റാത്തത് കൊണ്ട്. ആൻഡ് ഈസ് ബെറ്റർ ദാൻ മെനി ഓഫ് ദ കിഡ്സ് ഓവർ ദെയർ ഇൻ വാട്ട് ഇസ് ഇൻട്രസ്റ്റ്. പക്ഷെ ആ ഒരു എലക്ടീവിനുള്ള പോസിബിലിറ്റി എന്നുള്ളത് ഉണ്ടാവണം സ്കൂളുകളിൽ. അത് ഉണ്ടാവുകയും വേണം. സ്കൂള് തീരുന്ന സമയത്ത് അവർക്ക് മൾട്ടിപ്പിൾ ഡോറിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണം. ഒരു 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 ഡോറിൽ കൂടെ എല്ലാവരെയും കയറ്റിക്കോ ഹോളിന്റെ ഉള്ളിലേക്ക്. പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റണം ഒരു 5-6 ഹോള്, 5-6 ഡോറ്. മറ്റേതൊരു ഫാക്ടറിയിലെ പ്രൊഡക്റ്റിനെ പോലെ എല്ലാത്തിനും ഒരു വെല്ലുവിളിക്കുന്നു, എന്നിട്ട് ഒരേപോലെ പുറത്തേക്ക് എടുക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പോ കെൻ റോബിൻസൺ ഈ അടുത്ത് മരിച്ചു, ഒരു വലിയ എഡ്യൂക്കേറ്റർ ആണ്, സാർ അറിയുന്നുണ്ടാവും, ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റർ ആണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം എപ്പോഴും പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഫേമസ് ടെഡ് ടോക്ക് തന്നെ സ്കൂൾ സ്കിൽസ് ക്രിയേറ്റിവിറ്റി എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ആർഗ്യുമെന്റ് തന്നെ സ്കൂളിൽ പോകുന്നത് സ്കൂളുകള് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ എന്താണ് ശരിക്ക് എന്താണ് അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ആൾട്ടർനേറ്റീവ് സ്കൂളുകളായിട്ട് വരുന്നവർക്ക് ഇതിനെ മറികടക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിലവിലുള്ള സ്കൂളുകൾക്ക് ഇതിനെ മറികടക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലേ? എന്താണ് അഭിപ്രായം? ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇപ്പൊ ഒരു 30 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിനെക്കാട്ടും വ്യത്യസ്തമാണെന്ന്. അപ്പൊ നമ്മള് പുതിയ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടതും ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. നമ്മളൊക്കെ പലപ്പോഴും 40 വർഷം മുമ്പത്തെ ക്രിയേറ്റിവിറ്റിന്റെ ആ ഒരു സാധനം വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് ചില കാര്യങ്ങൾ കുട്ടികളുടെ അടുത്തൊരു ഐഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ പലരും പറയുന്നത് എന്താ വെച്ചാൽ ഐഫോൺ അത്രയും ഏതൊരു ഡംബായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അത് ചാലഞ്ച് ചെയ്യുന്നില്ല കുട്ടികളെ എന്നുള്ളതാണ് ചില ആൾക്കാരുടെ സാധനം. ഇനി ചാലഞ്ച് ചെയ്യണോ കുട്ടികളെ? ആവശ്യമുള്ളതിന് ചാലഞ്ച് ചെയ്താൽ പോരെ എന്നുള്ളതാണ് തോട്ട്. നൗ കെൻ റോബിൻസൺ ഞാൻ ധാരാളം വായിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള കക്ഷിയാണ്. ആൻഡ് ഐ ഫുള്ളി എഗ്രി ദാറ്റ് കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് കെൻ റോബിൻസന്റെ ഒരു പോയിന്റ്, അതായത് ഹ്യൂമാനിറ്റീസിന് നമ്മൾ വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫാക്ടറി ബേസ് സംഭവത്തിന്റെയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫാക്ടറി ബേസ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് എലീറ്റുകൾ എന്താ ചെയ്ത്, ഈ നട്ട് മുറുക്കാൻ വേണ്ടി ആൾക്കാരെ പഠിപ്പിക്കുന്ന ആ ആൾക്കാരെന്താ ചെയ്ത്, അവര് കവിതകൾ എഴുതി, അവര് ഫിലോസഫീനെ പറ്റിയിട്ട് എഴുതി, അവര് വളരെ ഡിബേറ്റ് ചെയ്തു, ക്രിയേറ്റിവിറ്റിനെ പറ്റി പെയിന്റ് ചെയ്തു, അവര് ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ബാക്കിയുള്ളവൻ നട്ട് മുറുക്കി. അപ്പം ആ ഒരു പീസ് അതെനിക്ക് തോന്നുന്നത് കുറെ കാലം ഈ ഇൻഡസ്ട്രി റെവല്യൂഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയൊക്കെ വളരെ പിന്നിലായിപ്പോയി ഈ മാത്തിന്റെ എഡ്യൂക്കേഷനിലൊക്കെ. അപ്പൊ ഭയങ്കര പുഷ് വന്നു മാത്തും എഞ്ചിനീയറിംഗും ഈ സ്റ്റെം എന്ന് പറഞ്ഞ സംഭവം. അപ്പോഴാണ് അവർ പറഞ്ഞത് സ്റ്റെം പോരാ, സ്റ്റീം വേണം, ഒരു എ മിസ്സായി പോണ അതിൻ്റെ ഉള്ളില്, വിച്ച് ഇസ് ആർട്സ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ കണ്ടന്റ് സത്ത എന്ന് പറയുന്നത് ആർട്സ് ആണ്. കണക്കും എഞ്ചിനീയറിംഗ് മാർബൽസ് ഉണ്ട്. അത് എഞ്ചിനീയറിംഗ് കണ്ടാലും ചില ആൾക്കാർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ എഞ്ചിനീയറിംഗ് ബെൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ഒരു സിനിമ, ഒരു കവിത, ഒരു കഥ, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിനെ പൂർണ്ണമാക്കുന്നുണ്ട്. അത് തീരെ ഇതാണ് എപ്പോഴും ഒരു ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ പല സാധനങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റും. നാളെ മുതൽ ഇത് കംപ്ലീറ്റ് പുതിയ, അതായത് ഒരു ആൾക്ക് പുതിയ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എന്നുള്ള ലൈനാ. പക്ഷെ അതങ്ങനെ മാറില്ലല്ലോ. അപ്പൊ ഈ ആർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്സിന്റെ ഇമ്പോർട്ടൻസും മറ്റേ ഇമ്പോർട്ടൻസും കൂട്ടി അത് അങ്ങനെ ചെയ്യണം. അവിടെയാണ് അതിന്റെ ക്രിയേറ്റിവിറ്റിന്റെ വരുന്നത്. എന്ന് പറഞ്ഞാൽ മാത്സും സയൻസും കംപ്ലീറ്റ് മാറ്റി ആർട്സ് മാത്രമാക്കിയത്. പക്ഷെ ആർട്സ് ആണ് ഒരു കുട്ടിക്ക് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ആർട്സ് എടുക്കാനും അത് വെച്ചിട്ട് ജീവിക്കാനും. നമ്മൾ കമ്പയർ ചെയ്ത് തുടങ്ങപ്പോഴും ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചതല്ലേ രണ്ടെണ്ണം, ഓന്റെ സ്ഥിതി കണ്ടോ, ഓൻ എവിടെ കിടക്കുന്നത്, ഓൻ ഗൂഗിളിലല്ലേ, എന്നോട് അപ്പ പറഞ്ഞല്ലേ കമ്പ്യൂട്ടർ പഠിക്കണം എന്നുള്ളത് എന്ന് പറയും. ഇവനാണെങ്കിൽ ചിലപ്പോൾ ബാറിൽ എന്താ പറയാ പാട്ട് പാടുകയായിരിക്കും, അല്ലെങ്കിൽ ഇവൻ കുട്ടികളെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുകയായിരിക്കും. ഇവന് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവനില്ലാത്തൊരു അസുഖം ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടായി കൊടുക്കും. ഇവിടെ എല്ലാ സ്ഥലത്തും ഉള്ളൊരു സംഭവമാണ് കേട്ടോ.
നമ്മളെ ഇപ്പൊ സാറ് പറഞ്ഞത് നമ്മളെ പുതിയ വിദ്യാഭ്യാസ നയത്തില് ഡിഗ്രി തലത്തില് ഇനി എല്ലാ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാത്തിലേക്കും ആർട്സും ഹ്യൂമാനിറ്റീസും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് NIT വരെ ആർട്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇനി വരാൻ പോവുക. അപ്പോൾ എഞ്ചിനീയറിംഗിന്റെ കൂടെ മ്യൂസിക് പഠിക്കാം, ഹ്യൂമാനിറ്റീസ് പഠിക്കാം, ഒക്കെ അങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി ആവാൻ പോവാണ്. ആണ്. ഇപ്പൊ പ്രോഗ്രാമിംഗ് ഒരു നല്ലൊരു പ്രോഗ്രാമർ ആവാൻ നിങ്ങൾ കോളേജിലൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഒന്നും ആവശ്യമില്ല. എൻ്റെ ഒരു കഴിഞ്ഞൊരു 27 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് സക്സസ്ഫുൾ ആവുന്നതും ഞാൻ നല്ലൊരു ശതമാനം പ്രോഗ്രാമേഴ്സിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിംഗിലേക്ക് പോയ പ്രോഗ്രാമേഴ്സ് ദേ ഹേറ്റ് ദെയർ ജോബ്. ഓക്കെ, അവരിപ്പം എന്താ പറയുക, പുറത്തൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല, ഫേസ്ബുക്കിൽ ചിരിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ടാകുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ദിവസം ഇറ്റ് ഇസ് ദ സെയിം റട്ട് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇതിനൊന്നും ഒരു എൻഡ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ്. ആ ഒരു റൂട്ടീനാണ്, ഒരേ സാധനമാണ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആവുന്നതുകൊണ്ട് ഇവൻ എവിടെയൊക്കെയോ ഏതൊക്കെയോ കസേരയിൽ ഇരിക്കണം എന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാനും വലിയ താല്പര്യമില്ല. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് നമുക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഇത് നിരന്തരം പഠിച്ചാൽ ആകെപ്പാടുള്ള. അപ്പൊ ഞാൻ സംസാരിക്കുന്ന അല്ലാത്ത ആൾക്കാരുണ്ട്, വളരെ ഹാപ്പി ആവുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഹു സ്ലോഗ് റിയലി, ഇപ്പൊ എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നിനക്ക് ഈ എഞ്ചിനീയറിംഗ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്താ ചെയ്യുന്നുള്ളത്. അതുകൊണ്ടുള്ള ധാരാളം ദോഷങ്ങൾ എനിക്കുണ്ട്. എനിക്കൊരു എഞ്ചിനീയറിംഗ് കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാത്ത് കൂടെ പോയില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് കരിയർ ഓറിയന്റഡ് സാധനത്തിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും, ഓ ഈ VP ആയില്ലേ, ഈ SVP ആയില്ലേ, ഈ എന്താ CEO ആവാത്തത് എന്നൊക്കെ ചോദിക്കും. അല്ലപ്പോ അങ്ങനെ ആവണം എന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു ആർട്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ് ഷുഡ് ആ ഒരു നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം വേണം. ആൻഡ് ലാസ്റ്റ് തിങ് ദാറ്റ് യു വാണ്ട് ഇസ് പീപ്പിൾ ടു ബി ഫീലിംഗ് അൺഹാപ്പി ഓഫ് വാട്ട് ദേ ഡു. അത് സ്റ്റക്ക് ആവുന്ന ടൈമിലാണ്. നമുക്ക് ചെയ്യുന്ന സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാറാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഇത് തരുന്നത്. അത് കുട്ടികളാവുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തും ആവാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഒരു 40 വയസ്സാകുമ്പോഴേക്കും പല ആൾക്കാർക്കും എന്താവാന്നുള്ള പ്രതീക്ഷകൾ മങ്ങി പോകും. അപ്പം കാരണം ശമ്പളം കിട്ടുന്നുണ്ട്, ആ ശമ്പളം ഇല്ലാതാക്കേണ്ടി വരും, നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, കുട്ടികളുടെ പഠിത്തമുണ്ട്, നമുക്ക് എല്ലാവിധ ബേർഡൻസും വെച്ചിട്ട് നമുക്ക് ആ ഒരു കുഴിയിൽ നിന്ന് കയറാൻ നമ്മൾ ഇരുന്നിങ്ങനെ ഒരു കുഴിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്തോ നമുക്ക് അറിയാം മുകളിൽ കയറിയാൽ മതി എന്നുള്ളത്, പക്ഷെ കയറാനുള്ള നിനക്കുണ്ടല്ലേ. അത് ഭയങ്കര ഒരു ട്രാജഡിയാണ് അത്. പിന്നെ നമ്മളിപ്പോ നോക്കുമ്പോ ഇപ്പൊ ഇന്നത്തെ ഒരു ലോകം നോക്കുമ്പോ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആണ്. നല്ല നല്ല ഷാർപ്പായിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്നത്, ഇന്നോവേഷൻസ് നടക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് പിന്നെ ഒരു ഇന്ത്യ പോലത്തെ രാജ്യങ്ങളില്, ഒരു 3-4 ലോക രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ഇന്നോവേഷൻസും നല്ല നല്ല റിസർച്ചുകളൊന്നും നടക്കാത്തത്? ഒന്ന് ഫണ്ട് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അട്രാക്ട് ചെയ്തിട്ടുണ്ട് ടാലന്റിനെ പല ഭാഗത്തുനിന്നും. ഇപ്പൊ അമേരിക്ക നോക്കുകയാണെങ്കിൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ആൾക്കാരൊന്നുമല്ല. അമേരിക്കയിലേക്ക് ഇമിഗ്രൻസ് ആയിട്ട് വന്നുള്ള ഏതോ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പം കമ്പനികളും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു എൻവയൺമെന്റ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ലിബറൽ സൊസൈറ്റി. കാരണം ആൾക്കാർക്കൊക്കെ വരാനും അവരുടെ രീതിയിൽ ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. തേർഡ് വേൾഡ് കൺട്രികളിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്സ്, ഇല്ലിറ്ററസി, എന്താ പറയുക, പൊളിറ്റിക്കൽ റീജിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലിമിറ്റ് ചെയ്യും. ഇന്നോവേഷൻ എന്നുള്ള സാധനത്തിനെ കാണുന്നത് എങ്ങനെയാണ്? ഇന്നോവേഷനെ കാണുന്നത്, നമ്മളിപ്പോൾ ഇന്നോവേഷനെ കാണുന്നത് ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനൊക്കെ ഇപ്പോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആശയത്തോട് കൂടിയിട്ട് ലോകത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഒരു റിലീജിയനെ സംബന്ധിച്ചിടത്തോളം റിലീജിയനിലുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു രീതിയിൽ പരിഹരിക്കുമെന്നാണ്. പിന്നെ അവനെതിനെ ഇന്നോവേറ്റ് ചെയ്യുന്നത്.
പക്ഷെ അപ്പം അതല്ലാതെ മനുഷ്യന് യു ക്യാൻ കീപ് ഓൾ ദീസ് തിങ്സ്, റിലീജനും പൊളിറ്റിക്സും ഒക്കെ വെക്കാം. പക്ഷെ നമ്മളുടെ ഇന്നത്തെ പ്രശ്നത്തിന് പണ്ടാറടങ്ങാൻ എണീച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തില്ലെങ്കിൽ സാധനം നടക്കില്ല എന്നുള്ളൊരു ബോധ്യം മനസ്സിലില്ലെങ്കിൽ നടക്കില്ല. വേറൊരാൾ പറയും, നേതാവ് പറഞ്ഞാലും കാര്യമില്ല, റിലീജിയസ് ലീഡർ പറഞ്ഞാലും കാര്യമില്ല, സംഭവം നടക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ഈ ഒരു ലിമിറ്റേഷൻ മറികടക്കാൻ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഈ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഇന്നോവേഷൻ എന്നുള്ള സംഭവം, നമ്മളിപ്പോൾ ഇന്നോവേഷൻ എങ്ങനെയാണ് കാണുന്നത്, ഇപ്പൊ ലോകത്ത് ഇപ്പൊ തേർഡ് വേൾഡ് കൺട്രീസിൽ പോയാലും അല്ലെങ്കിലും ഒരു കൺസ്യൂമറും നോൺ കൺസ്യൂമറും ഉണ്ട്. അതായത് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡേറ്റയിലും ചാർട്ടിലും പ്രത്യക്ഷപ്പെടുന്ന ബിന്ദുവാണ് ഈ കൺസ്യൂമർ. ഒരു ചാർട്ടിലും ഒരു അനാലിസിസിലും എത്തിപ്പെടാത്ത ബിന്ദുവാണ് ഈ നോൺ കൺസ്യൂമർ. അതായത് ഈ നിങ്ങളുടെ ഇന്നോവേഷൻ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അത് ഇന്ത്യയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഇതുണ്ട്. അപ്പൊ ഈ നോൺ കൺസ്യൂമർ വലിയൊരു ഗ്രൂപ്പാണ്. ഇപ്പൊ ക്ലെയ്റ്റൺ ക്രിസ്റ്റൻസന്റെ ഒരു പുസ്തകമുണ്ട്, പ്രോസ്പെരിറ്റി പാരഡോക്സിൽ. അതിൽ വളരെ കൃത്യമായിട്ട് ഹീസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ഈ നോൺ കൺസ്യൂമർ ആൻഡ് കൺസ്യൂമറുടെ വ്യത്യാസം. അതിപ്പം എംപെസ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കെനിയയിൽ വന്നിട്ടുള്ള എൻറ്റയർ ബാങ്കിങ് സിസ്റ്റം. അപ്പൊ ഇന്നോവേഷൻ വരുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും, ആ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരും. നമുക്ക് ചിലപ്പോൾ ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കാര്യം നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം ആ സൊല്യൂഷൻ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം എക്സാമ്പിൾസ് അതിൽ പറഞ്ഞു, ഇപ്പൊ ടോലാരാം എന്ന് പറഞ്ഞിട്ടുള്ള നൂഡിൽ കമ്പനി ഉണ്ട് ആഫ്രിക്കയിൽ. അവരെന്താ ചെയ്തത്, നൂഡിൽ ആദ്യം കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞപ്പോൾ നൂഡിലിനുള്ള പിന്നെ അവർ ട്രക്കിംഗ് കമ്പനി തുടങ്ങി. അവര് കാരണം അവരെന്നെ ചെയ്യുന്നത് ഗവൺമെന്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ച കാര്യമില്ല. ഗവൺമെന്റ് ഭയങ്കര കറപ്റ്റ് ആയിരുന്നു, ഗവൺമെന്റിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇന്നോവേഷൻ ഡെവലപ്പ് ആവുക. ഇപ്പൊ നോൺ കൺസ്യൂമറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഇന്നോവേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെയർ തേർഡ് വേൾഡ് കൺട്രീസ് ഇന്നോവേഷൻ വരിക. കാരണം ഈ തേർഡ് വേൾഡ് കൺട്രിയുടെ ഇന്നോവേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വേൾഡ് കൺട്രിയിൽ നിന്ന് ആൾക്കാർ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് എന്താ, നമ്മളുടെ എന്തുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആരാ? ഇവിടുന്ന് പോയ ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. സോ ആ നോൺ കൺസ്യൂമറിനെ നമ്മൾ പലപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു വളരെ പാവപ്പെട്ട ഒരു വില്ലേജില് വളരെ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയോ ഒരു സംഭവം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ളത് അതൊരു വലിയ മെനക്കട. ഇത് ഇവരെന്തായാലും മേടിക്കില്ല എന്ന് പറഞ്ഞാൽ മാറിക്കുമ്പോൾ. അപ്പൊ ആ ഒരു ഇന്നോവേഷൻ ഹാസ് ടു കം ഫ്രം ദെയർ. ഐ തിങ്ക് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എഡ്യൂക്കേഷനിൽ ഇന്നോവേഷൻ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യാമെന്നുള്ളത്. അതായത് പ്രോബ്ലംസ്, ചുറ്റുപാടുമുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കുട്ടികളെ കൊണ്ട് മനസ്സിലാക്കണം. ജുഗാഡ് എന്നുള്ള വാക്ക് തന്നെ എന്താ പറയുക, ഡിക്ഷണറിയിലേക്കും ആൾക്കാർ ബിസിനസ്സിലേക്കും ഉപയോഗിച്ചു തുടങ്ങുന്നത് ഇന്ത്യയിൽ നിന്നുള്ളൊരു വാക്കുന്നാണ്, ജുഗാഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് എന്തെങ്കിലും സിസ്റ്റം ഒന്നും ഇല്ല, നമ്മൾ പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ്സ് ആൻ ഇന്നോവേഷൻ. അപ്പൊ ആ ഒരു ഇന്നോവേഷൻ ഉണ്ട്. ഇന്ത്യനെ ഇപ്പൊ എനിക്ക് ബാക്കി സ്ഥലങ്ങളിൽ എനിക്കറിയാം, ഇന്ത്യന്റെ എക്സ്ട്രീംലി ഇന്നോവേറ്റീവ് ആണ് ഇന്ത്യ. ആ ഇന്നോവേഷൻ ഒരു പ്രൊഡക്റ്റീവ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ സ്കെയിലബിലിറ്റി ഹാസ് ടു ബി ടേക്കൺ കെയർ ഓഫ്. ഇന്നോവേഷൻ മൈൻഡ് സെറ്റ് ഒക്കെ അല്ല, എനിക്ക് ഇന്നോവേഷൻ മൈൻഡ് സെറ്റ് കുറഞ്ഞിട്ടൊന്നല്ല നമ്മളുടെ പ്രശ്നം. നമുക്ക് സ്കെയിലബിലിറ്റി, അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, ഇന്നോവേഷൻ ഹബ്ബുകൾ എന്നാണ് ഇപ്പൊ 93 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇന്നോവേഷൻ ഹബ് എന്നുള്ള ഒരു കോൺസെപ്റ്റോ ഓൺടർപ്രണറിയൽ ഹബ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും കമ്പനികൾ നമ്മളുടെ ഒന്നും. കാരണം ഞാൻ 93 ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബിസിനസ് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് ബിസിനസ് തുടങ്ങി, കോഴിക്കോട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ വലിയങ്ങാടിയിൽ ഇവിടെയൊക്കെ ഒരു ബാഗും തൂക്കി പോകും കമ്പ്യൂട്ടർ വെക്കണം വെച്ചിട്ട്. എന്ത് കമ്പ്യൂട്ടർ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നതിൽ നിന്ന് എത്രയോ വ്യത്യാസമായിട്ടുണ്ടെന്ന്. അന്ന് ആകെ മലയാളികൾ കമ്പ്യൂട്ടർ കാണുന്ന മണിച്ചിത്രത്താഴ് സിനിമയിൽ സുരേഷ് ഗോപി ഇങ്ങനെ അടിക്കണാണ്. പക്ഷെ അതെ, മണിച്ചിത്രത്താഴ്, അതും സുരേഷ് ഗോപി എന്താ DIR/P എന്താ ആ സാധനം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഓർമ്മ MS DOSൽ ഇങ്ങനെ ഡയറക്ടറി വീണ്ടും പേജ് ആയിട്ട് ഡയറക്ടറി ചെയ്തത്. അത് ആ സമയത്തുണ്ട്. പക്ഷെ ഞാൻ 93 കഴിയുന്ന സമയത്ത് കുറച്ച് കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു.
പക്ഷെ ഞാനിപ്പോ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പക ടൂറിസ്റ്റ് ഹോം കമ്പ്യൂട്ടറൈസ് ചെയ്തത് ഞങ്ങളായിരുന്നു ആ സമയത്ത്, കൽപ്പക ബസാറും ഇതൊക്കെ. പിന്നെ എയ്സ് മോട്ടോഴ്സിന്റെ ഇനീഷ്യൽ കമ്പ്യൂട്ടറൈസേഷനിൽ കമ്പ്യൂട്ടറുകൾ കംപ്ലീറ്റ് സപ്ലൈ ചെയ്ത ഞാനായിരുന്നു. പിന്നെ ധാരാളം കോഴിക്കോട് ആ കാലത്ത് ഉണ്ടായിരുന്ന ധാരാളം സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്തിട്ടുള്ളത് എന്റെ കമ്പനിയായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ വിജയിച്ചില്ല എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്തിട്ടും അവിടെ. കാരണം എന്താ വെച്ചാൽ സ്കെയിൽ ചെയ്യാൻ അറിഞ്ഞൂടാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അവിടെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് നേരത്തെ പോയി എന്നുള്ളത് ഒരു ഫാക്ടറും ഉണ്ട്. ഒരു 2000 സമയത്താണ് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് ഇതാകുന്നത്, വ്യാപിക്കണത്, ജനകീയമാവുന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ ഞങ്ങളുടെ ഒരു സ്ഥാപനം ഇപ്പൊ എഡ്ലീൻ എന്നുള്ളത് ഇപ്പൊ എന്താണ്, നമ്മളൊരു ഡീപ്പ് ലേണിംഗ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പെഡഗോഗി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ സാധാരണ സ്കൂളുകളിൽ നമ്മൾ കണ്ടന്റ് പഠിപ്പിക്കും, പിന്നെ അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഇതിൽ ഡീപ്പ് ലേണിംഗ് പെഡഗോഗിയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സംഗതിയും കൂടി വരും. അപ്പോൾ അതായത് ഈ പഠിച്ചതിനെ നമ്മൾ റിയൽ ലൈഫിലേക്ക് എങ്ങനെ പകർത്തണം. അപ്പൊ അതിനെ നമ്മൾ UN-ന്റെ SDG ഉണ്ട്, ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് അവരെ ഈ ഒരു പ്രോബ്ലം, ഇപ്പൊ വാട്ടർ എന്നുള്ള ഒരു ഇതാണെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി എന്നുള്ള UN-ന്റെ ആ ഗോളിനെ അപ്പൊ നാളെ വരാൻ പോകുന്ന സ്കേഴ്സിറ്റിക്കുള്ള പരിഹാരം, അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിലേക്ക് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോ ഇപ്പൊ ഈ കണ്ടന്റ് എന്നുള്ളത് പഠിക്കാൻ സ്കൂളിൽ തന്നെ പോകണമെന്നില്ല, കണ്ടന്റ് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും പഠിക്കാം. പക്ഷെ സ്കൂളിൽ ചെന്നാല് ഈ ഒരു ട്രാൻസ്ഫർ ലേണിംഗ് നടക്കണം. പിന്നെ ലൈഫിലേക്ക് എങ്ങനെ ഇതാക്കണം, അതേപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്ക് അതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോ ഇത്തരം ഒരു സംഗതി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് സാറൊരു കാഴ്ചപ്പാടിൽ എത്രത്തോളം സക്സസ് ആവും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നേരിടാൻ പോകുന്ന ഒരു ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? അത് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാതെ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോസസ്സ് തന്നെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാണ്ട് ഇതിന്റെ ഒരു പ്രോസസ്സ് തന്നെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലുള്ള കുട്ടികളിലേക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഇൻപുട്ടോട് കൂടി മാത്രമേ ആ സിസ്റ്റം ബിൽഡപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം വലിയ വ്യത്യാസമുണ്ട് അവർ കാര്യങ്ങൾ പഠിക്കുന്നതും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയും. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് എൻ്റെ 13 വയസ്സുള്ള മകനായി സംസാരിക്കുന്ന സമയത്ത് അവൻ പറയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ പരിമിതികളാണോ അല്ലെങ്കിൽ എൻ്റെ അറ്റൻഷൻ കുറവാണോ എന്താന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അവൻ്റെ അറ്റൻഷൻ കുറവാണോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവൻ പറയുന്ന ചില കാര്യങ്ങളെ അവൻ കാണുന്ന രീതി പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്ര കണ്ട് ശ്രമിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം അവര് കാണുന്ന സിനിമ അവിടെ എത്ര കണ്ട് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. കാരണം ഇവിടെ 2 ലോകത്താണ് ജീവിക്കുന്നത്. അവരുടെ അനിമേഷൻ, അവരുടെ തമാശകൾ, നമ്മളാണെങ്കിൽ ഇപ്പോഴും ഈ നാടൻ സ്റ്റൈലിൽ ജീവിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അത് ചിലപ്പം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടാവില്ല. കാരണം അപ്പൊ അതുകൊണ്ടായിരിക്കാം മതി. പക്ഷെ അവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സാധനം പുതിയൊരു സിസ്റ്റം തന്നെ ഒരു കളക്റ്റീവ് സിസ്റ്റമാണ്. അത് ഓൾഡ് വേ ആൻഡ് ന്യൂ വേ ടുഗദർ യു ആർ കമ്മിങ് അപ്പ് വിത്ത് ഓൾഡ് ജനറേഷൻ ആൻഡ് ന്യൂ ജനറേഷൻ കമ്മിങ് അപ്പ് വിത്ത് എ ന്യൂ വേ ഓഫ് ഹൗ തിങ്സ് ഷുഡ് ബി എന്നൊരു സംഭവമാണ്. അപ്പൊ അതില് പുതിയ ജനറേഷനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ പഴയ ജനറേഷന് ഒരിക്കലും ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പം പക്ഷെ അത് എങ്ങനെ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം? ഇപ്പം ഒരു ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്കൂൾ നിങ്ങൾ എടുക്കുന്നു, ആ സ്കൂളിലുള്ള കുട്ടികളോട് ചോദിക്കുന്നു. കുട്ടികളോട് എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ചോദിച്ചുള്ളത്, സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഠ്യ വിഷയങ്ങളിലെ പഠിത്തത്തിൽ എന്താണ് പ്രശ്നം? ഇപ്പൊ എന്നെ ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ പറയും ഇതൊക്കെ ഒഴിവാക്കണം, എനിക്ക് ഇതിന് യാതൊരു താല്പര്യമില്ല എന്നുള്ളത്. അത് വേറെ കാര്യം. പക്ഷെ അല്ലാത്ത ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും കൃത്യമായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനിക്ക് ഇവിടെയുള്ള കുട്ടികൾ പലപ്പോഴും ക്ലാസ് പോണ സമയത്ത് അവർക്ക് ചില ടീച്ചർമാരെ ഇഷ്ടമുണ്ട്, ചില സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ഇത് ആലോചിച്ചിട്ട് ഞാൻ എനിക്കൊന്നും അങ്ങനെ ഒരിക്കലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളത്. അത് എൻ്റെ പ്രശ്നം മാത്രമായിരിക്കാൻ മതി. അവിടെയാണ് ഞാൻ നോക്കുന്നത്. വൈ ഇസ് ഇറ്റ് that some people like to learn, some people don't like to learn, and I think people cannot connect to the system. ആ ഒരു പഠിത്തത്തിലേക്ക് സിസ്റ്റത്തിലേക്ക്. അപ്പൊ നിങ്ങളൊരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും കുറെ ആൾക്കാരെ. അപ്പം അങ്ങനത്തെ ആൾക്കാരെ
മിസ് ഔട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് കോളേജിന്റെ ഒരു കോൺസെപ്റ്റ്, ടോപ്പിൽ ഒരു 10% കുട്ടികൾ, അതിനെ കോളേജിൽ ഇട്ടാലും കോളേജിൽ ഇട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകും. താഴത്തുണ്ട് ഒരു 10%, 15%, അതിന് ഏത് കോളേജിൽ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം അതിന് ഈ കോളേജ് സിസ്റ്റത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. ഇതിന്റെ താഴെ കിടക്കുന്ന കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർക്കാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ 100% അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കേറ്റർ ചെയ്യുന്നത്. നിങ്ങൾ എഡ്യൂക്കേഷൻ എന്ത് സിസ്റ്റം നിങ്ങൾ കൊണ്ടുവന്നാലും ആ മിഡിലുള്ളൊരു പെർസെൻറ്റേജിനാണ് നിങ്ങൾ കേറ്റർ ചെയ്യുന്നത്. You should have a separate thing that caters into the top percentage and the bottom percentage, so that they അവര് ടോപ്പിലുള്ള പെർസെൻറ്റേജിനെ ചാലഞ്ച് ചെയ്യും, അവർക്ക് പലതും ചെയ്യാൻ പറ്റും. താഴത്തുള്ള പെർസെൻറ്റേജിനെ മിസ് ഔട്ട് ചെയ്യാണ്ട് അവർക്കും ജീവിക്കണ്ടേ. ഈ യുവാൽ ഹരാരി പറയുന്ന യൂസ്ലെസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ചിലപ്പം ഈ പിന്നെ നമ്മളുടെ ഇടയിലൊക്കെ ഈ കുറെ സംസാരങ്ങളുണ്ട്, ഈ മീംസ് ഒക്കെ വരുന്നുണ്ട്, ബാക്ക് ബെഞ്ചേഴ്സ് ആണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. അതും തെറ്റാണ്, അതും ശരിയല്ല. ഈ ബാക്ക് ബെഞ്ചിൽ ഉള്ള ഒരു 4 ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് വിചാരിച്ചിട്ട് ബാക്ക് ബെഞ്ചിലുള്ള ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി കട്ട പുറകേക്കും. അത് ആരും പറയില്ല. അപ്പൊ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നത് കൊണ്ട് സക്സസ്ഫുൾ ആവും എന്നുള്ളത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അതൊക്കെയാണ് പക്ഷെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് യു ഷുഡ് ഇൻവോൾവ് പീപ്പിൾ ഫ്രം ഈ 3 സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് സെക്ഷൻ, ലോവർ സെക്ഷൻ ആൻഡ് ദ മിഡിൽ സെക്ഷൻ. ഈ 3 സെക്ഷനിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പുതിയൊരു സിസ്റ്റത്തിലേക്കുള്ള ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള സാധനം. പിന്നെ അത് ഇറ്ററേറ്റീവ് ആവണം. ഇപ്പം സിലബസിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നിങ്ങളൊരു സിലബസ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് വർഷങ്ങളോളം പിന്നെ അത് തന്നെയാണ്. വാട്ട് യു ആർ ടീച്ചിങ് ടുഡേ ഈസ് ഇറലവന്റ് ആഫ്റ്റർ 6 to 8 months, മെനി തിങ്സ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ജോലിയിൽ ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊരു 6 മാസത്തെ ഒരു ഇതിലാണ് നമ്മൾ പലതും പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ we have to update ourselves. അപ്പൊ ആ ഒരു രീതിയിലുള്ളൊരു പഠനം ഇതിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ചേഞ്ച്. പിന്നെ ടീച്ചർമാർക്ക് ട്രെയിനിങ് വേണം. കാരണം നിങ്ങൾ ഈ സിസ്റ്റം ഒക്കെ മാറ്റി കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കി ടീച്ചർ അതേമാതിരി ബാഗ് തൂക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുമോ? അതൊക്കെ അത് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു ഇൻസൈറ്റ് ആണ്. ഈ ടോപ്പ് 10%ഉം ബോട്ടം 10%ഉം അതും കൂടി അഡ്രസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഒന്ന് നമ്മള് ഇപ്പോഴും ഒരു 21ാം നൂറ്റാണ്ടില് എന്താണ് ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഈ സമയത്തും എല്ലാ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോകേണ്ട ആവശ്യം ഇപ്പോഴും ഉണ്ടോ? ശരിക്ക് അത് ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാല്, ഇപ്പൊ മുമ്പൊക്കെ പിന്നെ നോളജിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ഇന്ന് നോളജ് എന്നുള്ളത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം. പിന്നെ ഇപ്പൊ ഒരു ഇവാപറേഷൻ പഠിക്കണമെങ്കിൽ എന്താണ് ഇവാപറേഷൻ എന്ന് അറിയാൻ ഗൂഗിൾ ചെയ്താൽ കിട്ടും, അതിന്റെ കോൺസെപ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ കിട്ടും. അപ്പൊ ഇന്നും പിന്നെ എന്തിനു സ്കൂളിൽ പോകണം? ഡെയിലി സ്കൂളിൽ പോകേണ്ട ആവശ്യം എന്താ? ഡെയിലി എന്തിനും ഓഫീസിൽ പോകണം എന്നുള്ള പറയുന്നതിനുമാതിരി തന്നെയാണത്. അപ്പം ഒന്ന് ഡെയിലി നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്ന ചില റിലാക്സേഷൻസ് ഉണ്ട് ഒരു എൻവയൺമെന്റ് മാറുന്ന സമയത്ത്, വിച്ച് ഐ തിങ്ക് നമുക്കൊക്കെ ഇപ്പൊ കൂടുതൽ നമുക്ക് ഫീൽ ആവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ചെറിയ ആ ഒരു ബ്രേക്ക് റൂമിലുള്ള ചെറിയ ചാറ്റ്സ്, ചില ആൾക്കാരുമായിട്ടുണ്ടായിരുന്ന നല്ല കോൺവെർസേഷൻസും മോശ കോൺവെർസേഷൻസും കൺഫ്രണ്ടേഷൻസും കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ നമ്മളെ ലൈഫിനെ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഓഫീസ് പൊളിറ്റിക്സ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. ആ ഓഫീസ് പൊളിറ്റിക്സ് ഡിജിറ്റലിയും ഈസി ആയിട്ട് വരുന്നുണ്ട്. അപ്പം പക്ഷേ ആ ഓഫീസ് പൊളിറ്റിക്സിന് കുറച്ചും കൂടി ഒരു സ്പൈസ് ഉണ്ടായിരുന്നു അത് നേരിട്ടാവുന്ന സമയത്ത് ഓഫീസിന്റെ കേസിൽ. അപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നത്, കുട്ടികൾ വളരാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വളരാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പഠിക്കാൻ വേണ്ടിയില്ല. പഠിക്കാൻ പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ നല്ല ടീച്ചർമാരില്ലാത്ത ക്ലാസ്സുകളിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് ചിലപ്പോൾ. കരിക്കുലം ശരിയല്ലെങ്കിലും കുട്ടികൾ പുറത്തുനിന്നൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രക്ചർ, ഒരു സംഭവത്തിൽ കൂടെ കുട്ടികൾക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് വേണ്ടേ, ഒരു ഫ്രറ്റേണിറ്റി ഫീലിംഗ് വേണ്ടേ, ഒരു എന്താ പറയുക, ഒരു ഞങ്ങൾ വിദ്യാർത്ഥികൾ
എന്ന് തോന്നലുണ്ടാവാം. ഞങ്ങൾ പഠിക്കുന്നതാണ്, ഞങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരേപോലെയാണ്, ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ ഒരേപോലെയാണ്, ഞങ്ങൾക്കൊക്കെ ഭാവി എന്നത് ഞങ്ങൾക്ക് കാണുന്നത്. അല്ലാണ്ട് ഇപ്പം നമ്മൾ സസ്റ്റൈനബിലിറ്റിനെ പറ്റി പറയുന്നു, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുന്നു, വെള്ളത്തിന്റെ സ്കേർസിറ്റിനെ പറ്റി പറയുന്നു. എന്റെ വീട്ടിൽ ഒരു മുറിയിൽ ഇരിക്കുന്ന എന്റെ മകനും പുറത്തിരിക്കുന്ന ഒരാൾക്കും വെള്ളത്തിന്റെ സ്കേർസിറ്റി എങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് ഡിജിറ്റലി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. കാരണം കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പലതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടക്കാത്ത രീതിയിലാണ്. മൈ തിങ് ഇസ് ദാറ്റ് നമ്മളിത് ഇതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി നമ്മൾ മുമ്പ് വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രിവിലേജ് ആണ് എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓഫീസിൽ പോകുന്നതായാലും പഠിക്കുന്നതായാലും കുട്ടികളെ ഇതാക്കുന്ന കുട്ടികൾ മറന്നു പോവുകയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ മോനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം എന്താണ് ഈ സ്കൂളിൽ പോവുക എന്നുള്ള സംഭവം തന്നെ അവർക്കങ്ങ് മറന്നുപോവുക, വളരെ പെട്ടെന്ന് മറന്നു പോകും. വലിയ ആളുകൾക്ക് വർക്കിംഗ് ഫ്രം ഹോം ഇസ് ബെറ്റർ എന്നൊക്കെ പറയും. കാരണം പക്ഷേ പണിയെടുക്കുന്ന ആൾക്കാർക്ക് പണി കൂടിയേ ചെയ്തിട്ടുള്ളൂ. പണിയെടുക്കാത്തവർക്ക് ഓഫീസിലായാലും പണിയില്ല, വീട്ടിലായാലും പണിയില്ല. പണിയെടുക്കുന്നവന് വീട്ടിലായത് കൊണ്ട് കൂടുതൽ പണി വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ കുട്ടികളുടെ തന്നെ ഇപ്പൊ നമ്മള് റീസെന്റ് ഇപ്പൊ നമ്മള് സ്കൂളുകളിൽ കുറെ ടീച്ചേഴ്സിനായിട്ട് മീറ്റിംഗ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സിനോടൊക്കെ കുട്ടികൾ പറയും കുട്ടികൾക്ക് വീട്ടിലൊന്നും മടുത്തു, സ്കൂളിലേക്ക് വരണം. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ഈ സോഷ്യലൈസേഷൻ ഉണ്ടല്ലോ, ഫ്രണ്ട്സിനെ കാണണം, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ഇതാണ് അവരുടെ ആഗ്രഹം. ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ പ്ലാറ്റ്ഫോം ആണ് ശരിക്കും അവരെ സംബന്ധിച്ച് സ്കൂൾ എന്ന് തോന്നുന്നത് അല്ലേ? അതെ അതൊരു പിന്നെ നമ്മളൊക്കെ വളരെ ഫിസിക്കലി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. ഇപ്പം കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ഒരാളുടെ ചിരി കാണുക, ഒരാളുടെ കണ്ണിലുള്ള തിളക്കം കാണുക. കണ്ണിലുള്ള തിളക്കം എപ്പോഴും കാണാന്നുണ്ടെങ്കിലും മുഖത്തിന്റെ മൊത്തം കാണാൻ പറ്റാത്തത് കൊണ്ട് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്നത്, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സ്പീഷീസ് ആണ് നമ്മള്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഡിജിറ്റൽ സാധനത്തില് ഞാൻ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് ഇപ്പൊ എൻ്റെ മകനൊക്കെ ഡിജിറ്റലി അത് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടായി വരും എന്നുള്ളതാണ്. പക്ഷെ അവർ പെട്ടെന്ന് പഠിച്ചു വരും കാര്യങ്ങൾ എങ്ങനെയാ ഉപയോഗിക്കുക എന്നുള്ളത്. നൗ ദർ ഇസ് അനദർ പ്രോബ്ലം ദാറ്റ് ഇസ് ഹാപ്പനിങ്. ഇവിടെ ഒരു സമ്മർ സ്ലൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സമ്മറിലും ഇപ്പൊ എവിടെയാണെങ്കിലും സ്കൂളുകൾ കുട്ടികൾക്ക് സമ്മർ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ 2 മാസം 3 മാസത്തെ അവർക്ക് വെക്കേഷൻ ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞ് വരുമ്പോൾ കുറെ കുട്ടികൾ സ്ലൈഡ് ചെയ്യും. അതായത് ഈ വെക്കേഷൻ തുടങ്ങുമ്പോൾ അവർ ഏത് ലെവലിലായിരുന്നു അവരുടെ നോളേജ് ഉണ്ടായിരുന്നത്, ആ ലെവലിൽ നിന്നും സ്ലൈഡ് ചെയ്തിട്ടാണ് ആ സ്ലൈഡിങ് പല കാരണങ്ങളുണ്ടാകാം. സ്കൂളിൽ പോകാത്തതുകൊണ്ടുണ്ടാവാം, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്തതുണ്ടാകാം, പഠിക്കാത്തതുകൊണ്ടാകാം. അപ്പൊ പഠിക്കാനുള്ള സാധനം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സസ് ഡ്യൂറിങ് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് വെക്കേഷൻ തന്നെ മറന്നു പോകുന്ന രീതിയിൽ കുട്ടികളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ബാക്കി 2 സ്ലൈഡ് ഇതാണ്. അപ്പൊ കോവിഡ് കഴിഞ്ഞ് ഉണ്ടാവുന്ന ഒരു കോവിഡ് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പക്ഷേ ഈ 3 മാസത്തിന്റെ അല്ല, അത് കുട്ടികൾക്ക് വർഷങ്ങളുടെ സ്ലൈഡ് ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പൊ ഒരു 60 കുട്ടികൾ ഒരു ക്ലാസ്സിൽ നിന്ന് കോവിഡിന്റെ മുമ്പ് പോയി തിരിച്ചു വരുന്ന സമയത്ത് 60-ൽ പല കുട്ടികളും വളരെ വ്യത്യസ്തമായിട്ട് 1 വർഷം വരെ വ്യത്യാസം ഉണ്ടാവാനുള്ള സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയൊരു ചാലഞ്ചാണ് അതിൽ വെൻ യു കം ബാക്ക്. കാരണം ടീച്ചർമാർക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല, പല ആൾക്കാർക്കും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അവര് കുട്ടികളെ അതേപോലെ തന്നെ ഇങ്ങോട്ട് എടുക്കും, പക്ഷെ അതേപോലെ കുട്ടികൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ സ്കൂള് തുറന്നോ? ഇല്ല, ഇവിടെ സ്കൂൾ തുറക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒന്നും തുറന്നിട്ടില്ല. ബോസ്റ്റണിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് സംസാരിച്ച് പറഞ്ഞു അവിടെ ഒരു ഹൈബ്രിഡ് മോഡലും അല്ലാതെയും കുട്ടികൾക്ക് ചൂസ് ചെയ്യാം പാരന്റ്സിനെ. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പോലെ ഈ ആൾക്കാർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ. ഈ നാട്ടിലാണെങ്കിൽ തന്നെ അമ്മയുണ്ട്, അമ്മായിയുണ്ട്, അച്ഛനുണ്ട്, അപ്പൂപ്പനുണ്ട്, ആരെങ്കിലും ഒക്കെ നോക്കും, അയൽവക്കക്കാരുണ്ട് നോക്കും. ഇങ്ങനത്തെ യാതൊരുവിധ പ്രിവിലേജും ഇവിടെ ഇല്ല. അപ്പൊ പലപ്പോഴും കുട്ടികളെ എവിടെങ്കിലും, പിന്നെ ഡേ കെയർ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പം ഒരു ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പട്ടിണി കിടക്കുന്നതിനെക്കാട്ടും നല്ല കുട്ടികളെ പറഞ്ഞയക്കുന്നതാണ്. അപ്പം നാട്ടില് ഇത് നേരത്തെ പറഞ്ഞ സംഭവമാണ്, സാക്ഷരതയുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായെന്നുള്ളൂ. ഇവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി അതിനെക്കാട്ടും കടാ. നാട്ടില് എത്രയോ ബെറ്റർ ആണ് നാട്ടിലെ സ്ഥിതി ഇങ്ങനത്തെ കാര്യത്തിൽ.
അപ്പൊ കുട്ടികളെ, അപ്പൊ എന്റെ ഫ്രണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഹൈബ്രിഡ് മോഡൽ വെച്ചു. കാരണം എന്താ വെച്ചാൽ അവര് പയ്യൻ ചെറുതായിരുന്നു, പയ്യൻ തീരെ ജോലി എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ കുറച്ച് ദിവസം അങ്ങനെ ആക്കിയിട്ട്, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ അവർ പറഞ്ഞു വലിയ ടെൻഷനാണ്, വേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഈ കുട്ടി ഓരോ പ്രാവശ്യം സ്കൂളിൽ പോയി വരുന്ന സമയത്ത് ഇവൻ കൊറോണ ആയിട്ടാണോ വരുന്നത്, കോവിഡ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളൊരു ബേജാറുണ്ട്. ഇത് കാണാനൊന്നും പറ്റില്ലല്ലോ. ഇവനെ പിടിച്ച് നമ്മളെന്താ ചെയ്യുക, ക്ലോറക്സിലിട്ട് മുക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുട്ടി അല്ലെങ്കിൽ തന്നെ ഫ്ലൂ സീസൺ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പനിയും ജലദോഷമുള്ള ഒക്കെ കൊണ്ട് തരുന്നത് കുട്ടികളാണ്. അപ്പൊ ഇവര് പറഞ്ഞു ഒരു നമ്മുടെ മെന്റൽ ടെൻഷൻ നെഗണി ഭയങ്കരമായിട്ട് കൂടി ഹൈബ്രിഡ് ചെയ്തോണ്ടെന്ന്. അതിനെക്കാട്ട് ഭേദം കുട്ടികളെ പുറത്തെടുക്കാണ്ട് വീട്ടിലിരുത്തുകയായിരുന്നു എന്നുള്ളത്. ഹൈബ്രിഡ് പറഞ്ഞപ്പോ ഞങ്ങള് ഈ ഒരു ഹൈബ്രിഡ് ഇവിടെ ഒന്ന് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ ഒരു സാഹചര്യത്തില് എത്രത്തോളം അതിനൊരു സാധ്യത ഉണ്ട്? നമ്മളിപ്പോ ഒന്ന് വളരെ റെവല്യൂഷണറി ആയി എഡ്യൂക്കേഷനായിട്ട് ചിന്തിക്കുക വിചാരിക്കുക. നമ്മള് അങ്ങനത്തെ ഒരു എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല വിചാരിക്കുക. എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. നമ്മളെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അയൽ വീട്ടുകാരൻ വെറുതെ വന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കില്ല. എന്താ നിങ്ങളെ കുട്ടികളെ കാര്യം എന്നുള്ളതൊക്കെ ചോദിച്ച് സമൂഹവുമായിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മളെ കുട്ടികളുടെ കാര്യം നോക്കുക വിചാരിക്കാം. അപ്പം ഒരു കോൺസെപ്റ്റ് ഡിജിറ്റലി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഡിജിറ്റലി തന്നെ അധ്യാപകൻ പഠിപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി ക്ലാസ് എടുക്കുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ ഡിജിറ്റലി ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് അധ്യാപകൻ പറയുന്നു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ ഞാൻ ക്ലാസ്സിൽ ഉണ്ടാവട്ടെന്ന്. അപ്പൊ കുട്ടികൾക്ക് വേണേൽ വരേണ്ടവർക്ക് വരാം. ഞാൻ വെറുതെ കുറച്ച് കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞിട്ട് പഠിപ്പിക്കലൊന്നും ഉണ്ടാവില്ല. ഞാൻ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ ഇതിലുണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് വേണമെങ്കിൽ ഫിസിക്സ് ക്ലാസ് പോവാം, കുട്ടികൾക്ക് വേണമെങ്കിൽ കെമിസ്ട്രി, ഓൾക്ക് വേണ്ട ക്ലാസ്സിൽ പോവാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പം കൂടുതൽ കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടാവും, കൂടുതൽ കുട്ടികൾ വേറെ ക്ലാസ്സിലുണ്ടാവും. അതൊക്കെ പിന്നതാക്കാം. പക്ഷെ your choice to go to school becomes your choice. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള സംഭവത്തിന് നമ്മൾ നേരിട്ട് പോകും. കുറെ കുട്ടികൾക്ക് ഇപ്പൊ എനിക്ക് കണക്ക് തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ടീച്ചറുടെ മുമ്പിൽ പോകാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാണ്ട് കഴിയുന്നത്ര ടീച്ചർ ഇതിലൂടെ നടക്കേണ്ട നമ്മൾ അതിലൂടെ നടക്കുക എന്നുള്ള ലൈനില്ല. അപ്പൊ നോക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്നും കുട്ടികൾ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ സ്കൂൾ വുഡ് ബി ദ ലേണിംഗ് വിൽ ഹാപ്പൻ ഡിജിറ്റലി, ബട്ട് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കിഡ്സ് റിയൽ ഇൻട്രസ്റ്റ് വിൽ ഹാപ്പൻ ഇൻ സ്കൂൾ ഫിസിക്കലി. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന് രണ്ടിനും കൂടിയിട്ട് ക്ലബ് ചെയ്യാം സാധനത്തിനെ. അപ്പൊ ഡിജിറ്റൽ പ്രോജക്ട്സ് ചെയ്യാം. ഡിജിറ്റൽ പ്രോജക്ട്സ് ചെയ്താൽ അതിന്റെ പ്രസന്റേഷൻ ഇതാക്കാം. യു ക്യാൻ ഹാവ് എ പബ്ലിക് ഈവന്റ്. കുട്ടികൾ പഠിച്ചത് പബ്ലിക് ഈവന്റ്, പിന്നെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. ഇപ്പൊ ഒരു കാര്യം എന്നെ ഒരാൾ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ആ സംഭവം ഈ അടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്നെ കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ടീച്ചർമാർ വന്നിട്ട് ഒരു കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് പോകുന്നു. നല്ല ടീച്ചർമാരുണ്ട്, മോശം ടീച്ചർമാരുണ്ട് കേട്ടോ. ഒരു ടീച്ചർ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ ടീച്ചർ ആ കണക്ക് പഠിച്ചത് ഒരു 25-30 കൊല്ലം മുമ്പേ. അപ്പൊ ആ കണക്ക് പഠിക്കുന്നതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ടീച്ചർക്ക് വലിയ ധാരണയില്ല. ടീച്ചർ ഹാസ് ഫോർഗോട്ടൻ ഹിസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ആ സംഭവം ടീച്ചർ മിസ്സായി പോയിട്ടുണ്ട്. അപ്പം നേരെ വിപരീതം. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ ടീച്ചർ പറയുന്ന മനസ്സിലാവും. പക്ഷെ അവിടെ അല്ല ഓൻ പറഞ്ഞു തന്നപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലായി. കാരണം ഓൻ ബുദ്ധിമുട്ടിയത് ഓനറിയാം. അപ്പൊ ഓൻ എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന്റെ ബുദ്ധിമുട്ട് കൂടെയാണ് നമ്മളെ പഠിപ്പിച്ചത്. പറയായിരുന്നു ടീച്ചർമാരെ കുറിച്ച്, അവര് പുതിയതൊന്നും പഠിക്കൂല, പഠിച്ചതൊന്നും മറക്കൂല. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ കുട്ടികളെ പ്രോബ്ലി ഡിജിറ്റലി പഠിക്കുന്ന സാധനം ഇപ്പൊ 20 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. അപ്പൊ ഒരു പുതിയ സാധനം ടീച്ചർ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഹൈബ്രിഡ് ക്ലാസ്സിൽ ഓരോ കുട്ടികൾ വന്നിട്ട് ക്ലാസ് എടുക്കുക. ടീച്ചർ ഗൈഡായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പം ഓരോ കുട്ടികൾ, ഇപ്പൊ എന്റെ മകൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവൻ വെൻട്രിലോക്വിസം എന്നുള്ളൊരു സംഭവം പപ്പറ്റിനെ വെച്ചിട്ടുള്ള ചെയ്യുന്നൊരു ഇതുണ്ട്. അപ്പൊ അവൻ അത് ടീച്ചറിന്റെ അടുത്ത് ചോദിച്ച് ടീച്ചർ പറഞ്ഞ് എന്നാ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞ കാണിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ക്ലബ്ബൊക്കെ തുടങ്ങി അവിടെ. അപ്പൊ ക്ലബ്ബൊക്കെ തുടങ്ങി കുട്ടികളെ അവിടെ വന്ന് ഇപ്പം അവൻ ഓൺലൈനാണ് ചെയ്യുന്നത്. ഏതാണ്ട് 23 കുട്ടികളായിട്ട് അവൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ.
ഈ എങ്ങനെയാണ് ഈ പാവേനെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത് അവൻ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ സോക്സോ ഒക്കെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പം ഇപ്പൊ ഓൺലൈനാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു 2-3 കുട്ടികളുണ്ട്, ഇപ്പൊ 22 കുട്ടികളോ 23 കുട്ടികളുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് അത് അവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ഈ യൂട്യൂബൊക്കെ കണ്ടിട്ടാണ് പഠിച്ചത്, അല്ലാണ്ട് അവൻ ട്രെയിനിങ്ങിനൊന്നും പോയതല്ല. അപ്പൊ അങ്ങനെ പിന്നെ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ അതിലൊരു മറ്റു കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ടീച്ചറിന്റെ ആ ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. ഒരു കുട്ടി വന്നിട്ട് കണക്ക് പഠിപ്പിക്കുമ്പോൾ ഇയാളൊക്കെ എന്താ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒരു വേവ് ലെങ്ത്. അപ്പൊ അത് നമ്മളുടെ നാളത്തെ ലോകത്തില് ഇപ്പൊ എന്റെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞൊരു എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു 30% ഓഫ് മൈ വർക്ക് ഹസ് ബീൻ ടീച്ചിങ്. ടീച്ചറായിട്ടല്ല, ഞാനിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും പുതിയ വരുന്ന ആൾക്കാരെ കസ്റ്റമറിനെ ടീച്ച് ചെയ്യണം, നമ്മളെ ബോസിനെ ടീച്ച് ചെയ്യണം. ഇത് പല ആൾക്കാരെയും പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു 30% മുതൽ ചിലപ്പോൾ 70% വരെ നമ്മളുടെ ജോലിയുടെ ഭാഗമായി മാറും. അപ്പൊ അത് കുട്ടികൾക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് എന്ത് വിവരം ഉണ്ടെന്നുള്ള ഇമ്മറ്റീരിയല്ല, ആ വിവരം എന്തുണ്ടെന്നുള്ള വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ലെങ്കിൽ ദെൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വന്നിട്ട് കരിയറിന്റെ ഭാഗത്തിൽ പറയാറുണ്ട്, മോനായ വലിയ വിവരമൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവന്റെ വിവരം, എന്തായാലും ഞാനായി പണിയൊക്കെ ചെയ്തത് പറയും. അപ്പം ചിലവർക്ക് വലിയൊരു പ്രശ്നം തന്നെ എന്താണെന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അറിയുന്ന സംഭവങ്ങൾ. അത് ദാറ്റ് ഈസ് വൺ തിങ് വേർ യു ക്യാൻ ആക്ച്വലി ക്ലബ് ദ ഡിജിറ്റൽ ആൻഡ് ഹൈബ്രിഡ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ താങ്ക് യു. അവസാനമായിട്ട് പിന്നെ സാറിന് പിന്നെ കേരളത്തിലെ രക്ഷിതാക്കളോട് പിന്നെ അതുപോലെ അധ്യാപകരോട് കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഒരു സന്ദേശം, ഒരു മെസ്സേജ് എന്തെങ്കിലും? ഇപ്പൊ കുട്ടികളോട് പറയാനുള്ളത്, അവർക്ക് താല്പര്യമുള്ള സാധനങ്ങൾ എന്താണ് ഇഷ്ടം എന്ന് തോന്നുന്നത് അത് ടീച്ചർമാരോടും രക്ഷിതാക്കളോടും തുറന്ന് പറയണം എന്നുള്ളതാണ്. പിന്നെ ഇഷ്ടമുള്ളൊരു സാധനം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കണം. കാരണം ഇന്നത്തെ കാലത്ത് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ വളരെ ബുദ്ധിമുട്ടാണ്, ഡിസ്ട്രാക്ഷൻ കൂടുതലായതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സാധനം ഇന്ന് ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഇഷ്ടത്തിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് വല്ല ഗൈഡൻസും വാങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടിയിട്ട് അതൊരു ജീവിതകാലം മുഴുവൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ പെർസ്യൂ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ തന്നെ ആ ഇഷ്ടങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടെ നടത്തണം. അതിനുവേണ്ട ഹെൽപ്പും അന്വേഷിക്കണം എന്നുള്ളതാണ് കുട്ടികൾ. രക്ഷിതാക്കളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനങ്ങളല്ല കുട്ടികൾ, പീരിയഡ്. നിങ്ങൾക്ക് വയലിൻ പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് കുട്ടികളുടെ മേത്തേക്ക് വയലിൻ കൊണ്ടിടരുത്. പക്ഷെ പഠിപ്പിക്കണം, കുട്ടികൾക്ക് താല്പര്യമുള്ളത് പഠിപ്പിക്കണം. കുട്ടികളെ ഇപ്പൊ വയലിൻ എല്ലാത്തിലും ചേർത്ത് കുട്ടികൾ ശ്രമിക്കുന്നുണ്ടോ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രമിക്കുന്നതല്ലാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ കുട്ടികൾ എന്താവും എന്നുള്ളതിൽ വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. എന്നെ ധാരാളം വൃത്തി പഠിപ്പിച്ചാണ് എൻ്റെ അമ്മ. എൻ്റെ മുറി കണ്ടാ അറിയാം എത്ര വൃത്തി പഠിപ്പിച്ചിട്ടും കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പൊ കുട്ടികൾ എന്താവും എന്നുള്ളത് അവരുടെ സാഹചര്യം, അവരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ്. നമുക്ക് ഗൈഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ എന്താവും എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ജീവിതം കൊളാക്കരുത്. കൂടാതെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പൈസ ചെലവാക്കരുത്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോളേജ് കൊടുക്കരുത്. കുട്ടികൾ പോയിട്ട് എന്തെങ്കിലും ജോലി എടുക്കട്ടെ, കുട്ടികൾ എന്തെങ്കിലും ചെയ്യട്ടെ. എന്നിട്ട് കുട്ടികൾ പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ നിർബന്ധത്തിനല്ല, കുട്ടികളുടെ നിർബന്ധത്തിനായിരിക്കണം നിങ്ങൾ ചെലവാക്കുന്ന പൈസ. അത് പറഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾ കോളേജിൽ നിന്ന് പോകും. കാരണം അച്ഛൻ്റെ അമ്മേന്റെ നിർബന്ധത്തിനല്ല പഠിക്കേണ്ടിയിരുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, സംസാരിക്കും. വളരെ നമുക്ക് ഉത്തരവാദിത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പഠിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കോളേജ് ചേർക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പുഷ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ കുട്ടികളായിട്ടാവുക. കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാണ്ടിരിക്കുന്ന സാധനങ്ങളൊന്നുമില്ല, ആ കോൺവെർസേഷൻ. ഇപ്പൊ ഞാൻ എന്താ പറയുക, ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മകള് പഠിക്കുന്ന കാര്യത്തിലൊക്കെ. പക്ഷെ ആ കോൺവെർസേഷൻ ഉണ്ട് സ്ഥിരം. ഒരു പ്രിവിലേജ് ആണ്
അത് കിട്ടേണ്ട സാധനമല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഠിക്കുക എന്നത് ഒരു വലിയൊരു ഉത്തരവാദിത്തമായിട്ട് വരും കുട്ടികൾക്ക്. പിന്നെ ടീച്ചർമാരോടുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടീച്ചർമാർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എന്നുള്ളതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. കാരണം അതിപ്പം അവരുടെ കുറ്റമല്ല, അവർ അധ്യാപകനാണ് അവരുടെ ജോലി ഉണ്ടായിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം ക്ലാസ്സിലേക്ക്. ആ ബ്രിഡ്ജ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അവരുടെ തിരക്കുകളുണ്ട്, അപ്പൊ അവർ വരില്ല പലപ്പോഴും. അപ്പം ടീച്ചർമാർക്ക് ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റണം. ആൻഡ് മെനി ടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അത് പല ആൾക്കാരുമായിട്ട്, അപ്പം അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്കൂളിന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സ്കൂളിന് ഒരു ഡോക്ടറെ, ഒരു എഞ്ചിനീയറെ, ഒരു അക്കൗണ്ടന്റിനെ, ഇങ്ങനെ ഒരു 10 മേഖലയിലുള്ള 10 ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ വെക്കാം ഒരു സ്കൂളിന്, അല്ലെ ഒരു ഫ്യൂ സ്കൂൾസിന്. എന്നിട്ട് ഇവര് അവിടെ ഇൻവോൾവ് ചെയ്തിട്ട് ഈ സംഭവത്തിനെ പറയുന്ന രീതിയിൽ വെക്കാം. അപ്പൊ അങ്ങനെ ടീച്ചർമാർ ആ ഒരു സ്റ്റെപ്പിലേക്കും കൂടെ കടക്കണം എന്നുള്ളതാണ് തോന്നുന്നത്. താങ്ക് യു. അപ്പൊ ഇത്രയും നേരം ഏകദേശം 1 മണിക്കൂറും പിന്നെ 1.25 മണിക്കൂറായി. അപ്പൊ താങ്ക് യു വെരി മച്ച്. അപ്പൊ നിങ്ങളുടെ വ്യൂസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. പിന്നെ വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് ഉണ്ടാവണം. അപ്പോ താങ്ക് യു. നിങ്ങളുടെ സ്കൂള് ആയിട്ടുണ്ടോ, അല്ല എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണോ? നമ്മൾ ശരിക്കും ഒരു എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി ആണ്. നമ്മൾ ഒരുപാട് സ്കൂളുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ടീച്ചേഴ്സ് ട്രെയിനിങ്, പെഡഗോഗി ട്രെയിനിങ്, കരിക്കുലം, പിന്നെ ഇംപ്ലിമെന്റേഷൻ, പിന്നെ നമ്മൾ ക്ലാസ് റൂമിലെ സ്റ്റുഡന്റ് മാനേജ്മെന്റ്, പിന്നെ ലെസൺ പ്ലാനിങ്, പിന്നെ നമ്മൾ ക്ലാസ് റൂം ഒബ്സർവ് ചെയ്യും സ്കൂളുകളിൽ പോയിട്ട്, എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് കൊടുക്കും. പിന്നെ അതിലൂടെ ഈ ടീച്ചേഴ്സിന്റെ ഗ്രോത്ത് മെഷർ ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ. അതിന്റെ നിങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് അസസ് ചെയ്യാൻ പറ്റും? അവരുടെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? അതിന്റെ നമ്മളുടെ തന്നെ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പൊ ഒരു ക്ലാസ് റൂം ഒബ്സർവേഷണൽ പ്രോട്ടോകോൾ ഷീറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഈ ഒബ്സർവേഷൻ നടത്തിയിട്ട് അതിലൊരു സ്കോർ വരും. അപ്പോൾ അതിൽ ഓരോ ഏരിയാസ് ഉണ്ടാവും. അപ്പൊ ഇത് നിരന്തരം ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ ടീച്ചർ ഒരു ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു.